അപ്പൊ ഇതൊന്നും ആരും പിടിക്കാറില്ല. ഞാൻ അങ്ങനത്തെ ഒന്നും തെരഞ്ഞു പറയാറില്ല. ഇതൊക്കെ നോക്കലാ നമ്മൾക്ക് പണി. പക്ഷെ ഇങ്ങോട്ട് ഇതൊക്കെ എടുത്തെറിയുമ്പോ അതിനേക്കാണ് വലിയ മുണ്ടം വടി കൊണ്ട് അങ്ങോട്ട് അടിക്കാണ്. ആദ്യേ ഈ വടി കൊണ്ട് ഇങ്ങോട്ട് അടിക്കണ്ട. ഇതൊക്കെ പ്രഭാഷകന്മാർക്കുള്ള വിഷയങ്ങളിലും അവരുടെ സംസാരത്തിലും അവരുടെ ലേഖനങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള സബ്ഖുൽ ലിസാനുകൾ വന്നു പോകും. അങ്ങനെ സംസാരത്തിൽ സ്പീഡിൽ പറയുമ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കും. അതൊക്കെ പിടിച്ചിട്ട് മുസ്ഹഫ് വരെ പറയാനറിയാത്ത ജാഹിലീന മൂപ്പര് പറഞ്ഞത്. മനസ്സിലായില്ല നിങ്ങള്? അപ്പോ സുഹൃത്തുക്കളെ, എന്നിട്ട് മൂപ്പര് പിന്നെ അവസാനം നമ്മൾക്കൊരു സർട്ടിഫിക്കറ്റ് തരികയാണ്. എന്താ സർട്ടിഫിക്കറ്റ് എന്നറിയോ? ഞാൻ വലിയ ആലിമാണ്, എനിക്ക് സർട്ടിഫിക്കറ്റ് തരണം, എന്നെ കളിയാക്കിക്കൊണ്ട് പറയണം. എന്താ കാരണം എന്നറിയോ? ഞാനൊരു ഹദീസ് വായിച്ചപ്പോ യബ്ഖാ എന്ന് വായിക്കേണ്ടതിന് പകരം യബ്ഖീ എന്ന് വായിച്ചു. ആ വായന തെറ്റ് മൂപ്പര് ഇവിടെ കേൾപ്പിക്കുന്നുണ്ട്. ആ വായന തെറ്റ് കേൾപ്പിച്ചിട്ട് അത് വായിച്ച് കളിയാക്കിയിട്ട് അവസാനം മൂപ്പര് എനിക്കൊരു സർട്ടിഫിക്കറ്റും തരുന്നുണ്ട്. അതുകൂടി ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയാണ്. അറബിയിലുള്ളൊരു വാചകമാണ് ബഖിയ. ഈ ബഖിയ എന്ന വാചകത്തിന് യബ്ഖാ എന്നാണ് മുവാരി വരിക. എന്നാൽ ഞങ്ങൾ മീസാൻ എന്നൊരു കിതാബുണ്ട്, ആദ്യം ഒന്ന് കിതാബുണ്ട്. അവിടുന്ന് പഠിക്കുന്ന ഒരു സംഗതിയാണ് ഏത്? ഫഅല ഫഅല ഫഅലു ഫഅലത്ത് ഫഅലത ഫഅൽന എന്ന് തുടങ്ങും. അതിൽ പഠിക്കുന്ന ഒരു സംഗതിയാണ് അലിമ, ബഖിയ, റളിയ, ഇങ്ങനത്തെ ഫീലുകൾ വരും. അപ്പൊ അങ്ങനത്തെ ചില ഫീലുകൾക്ക് അതിന്റെ മുസ്തഖ്ബിലുകൾ വരും. യഫ്അലു, യദ്രിബു എന്നൊക്കെ പറയുന്ന പോലെ. അപ്പൊ ബഖിയ എന്നതിന് യബ്ഖാ എന്നാ വരിക. അത് മീസാനും അദിനാസും സഞ്ചാനും ഓതുമ്പോഴേക്ക് എല്ലാവർക്കും തുഞ്ചി കഴിയുന്ന ഒരു സംഗതിയാണ്. അപ്പോ യബ്ഖാ എന്നാണ് വായിക്കേണ്ടത്. ഖുർആൻ ഓതുന്ന എല്ലാവർക്കും അറിയാം വയബ്ഖാ വജ്ഹു റബ്ബിക, വയബ്ഖീനല്ല വയബ്ഖാ വജ്ഹു റബ്ബിക. അപ്പൊ ബഖിയ യബ്ഖാ, റളിയ യർളാ പോലെ അത് വായിക്കണ്ടേ. അപ്പൊ അത് വായിച്ചത് തന്നെ നിങ്ങളൊന്ന് കേൾക്കുക. വായിക്കേണ്ട സ്ഥലത്ത് യബ്ഖീന്ന് വായിക്കുന്നത് നിങ്ങൾക്ക് കേൾക്കാം. മൂപ്പർക്ക് അറബി അറിയാഞ്ഞിട്ടല്ല പേരോടാ, കേട്ടോളെ. അപ്പൊ കേട്ടില്ലേ? അപ്പോ അറബി വായിക്കാൻ മൂപ്പർക്ക് നന്നായിട്ട് അറിയും. ഒരു സർട്ടിഫിക്കറ്റ് എന്റെ വകയിൽ കൊടുക്കുന്നു. അറബി വായിക്കാൻ അറിയും. നമ്മളെ നാട്ടിൽ വന്നാൽ ഓരോന്ന് കൊടുക്കണല്ലോ. അറബി വായിക്കാൻ അറിയും. മുസഹഫ് എന്നത് മുസഹഫ് എന്ന് പറയാൻ അറിയും. പിന്നെ യബ്ഖാന്ന് വായിക്കേണ്ടത് യബ്ഖീന്ന് വായിക്കാൻ അറിയും. കാരണം നമ്മളെ നാട്ടിൽ പണ്ഡിതന്മാരെ പഠിപ്പിക്കാൻ വന്ന ഒരാളല്ലേ, അയാൾ നമ്മളങ്ങനെ വിട്ടാ ശരിയാവുമോ? കുറച്ച് കൊടുക്കന്നെ. മൂപ്പര് ആ സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങുന്നതിന്റെ മുമ്പ് ഞാൻ എന്താ സംഭവം എന്നൊന്ന് വിശദീകരിച്ചു തരാം. ആ ഹദീസിൽ യബ്ഖീന്ന് ഞാൻ വായിച്ചു, ശരിയാണ്, അത് അബദ്ധമാണ്. യബ്ഖീ എന്നല്ല യബ്ഖാ എന്നാണ് വായിക്കേണ്ടത്. ആ ഹദീസിലെ പദം അങ്ങനെയാണ്, ഖുർആനിലും യബ്ഖാ എന്നാണ്, അതിലിവിടെ തർക്കമില്ല. പക്ഷെ മൂപ്പര് എനിക്ക് അതിന്റെ ഇടയിൽ ഒരു മീസാൻ പഠിപ്പിച്ചു. മീസാൻ പഠിപ്പിച്ചിട്ട് മൂപ്പര് പറഞ്ഞു, ഞങ്ങൾ മീസാൻ ഓതുമ്പോ അതിന്റെ അജ്നാസും സഞ്ചാനൊക്കെ ഓതുമ്പോ തുഞ്ചിപ്പോകുന്ന ചില സംഗതികളുണ്ട്. എന്താ? ഞങ്ങൾ ബഖിയ യബ്ഖാ എന്നാണ് പറയാ. അപ്പോ അവശേഷിച്ചു ബാക്കിയായി എന്നൊക്കെയുള്ള അർത്ഥത്തിന്, അല്ലെങ്കിൽ നിലനിന്നു എന്നൊക്കെയുള്ള അർത്ഥത്തിന് ആ പദം മാത്രമേ പേരോട് പഠിച്ചിട്ടുള്ളൂ എന്ന് മനസ്സിലായി. നാ മുസ്ലിയാരെ കുറച്ചും കൂടെ വായിച്ചു പഠിക്കണം. നിങ്ങളിങ്ങനെ നഴ്സറി കുട്ടികളെ പഠിപ്പിക്കാൻ നടന്നാൽ മതിയോ? നിങ്ങൾ പഠിക്കണ്ടേ? ബഖാ യബ്ഖീന്നും വായിക്കാവുന്നതാണ്. പഠിച്ചു വെച്ചോ. ലറബ യദ്രിബു എന്ന മുത്തരിദായ അഥവാ ഫഅല യഫ്ഇലു എന്ന മുത്തരിദായ അഥവാ മുത്തരിദായ ഷാദായ ബാബല്ല, 5 ബാബുകളുണ്ട്. കുറച്ച് നഹ്വൊക്കെ കേൾക്കാലോ. ഫഅല യഫ്ഇലു, ലറബ യദ്രിബു പോലെ, അലിമ യഅലമു, അതേപോലെ തന്നെ കുറെ ബാബുകൾ പറയുന്നുണ്ടല്ലോ. ഒറ്റപ്പെട്ട ബാബല്ല, മുത്തരിദായ ബാബിൽ തന്നെ കൃത്യമായി പറഞ്ഞതാണെന്ത്? ബഖിയ യബ്ഖാ പോലെ അലിമ യഅലമു, അതേപോലെ തന്നെ ബഖാ യബ്ഖീ അഥവാ ലറബ യദ്രിബു എന്ന ബാബിലും ഇത് വായിക്കാവുന്നതാണ്. ഇതേ അർത്ഥം തന്നെയാണ്, തെറ്റില്ല എന്ന് നഹ്വിന്റെ ഗ്രന്ഥങ്ങളിൽ വന്നിട്ടില്ലേ? നഹ്വ് പഠിപ്പിക്കുന്ന കിതാബുകളിലില്ലേ? ഗ്രാമർ പഠിപ്പിക്കുന്ന കിതാബുകളില്ലേ? എന്നിട്ട് ആ മീസാനും അജ്നാസും സഞ്ചാനും ഒക്കെ പറഞ്ഞിട്ട് പേടിപ്പിക്കുക. അപ്പൊ എന്താ? അതിനെപ്പറ്റിയൊന്നും ആലോചിക്കുന്നില്ല. എന്താ മൂപ്പര അടിക്കാൻ കിട്ടുന്ന വടിയെന്ന് നോക്കുകയാണ്. അതുകൊണ്ട് ഒറ്റ തല്ല് തന്നിട്ട് പറയണ്, ഞാൻ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പോവുകയാണ്. എന്ത്? മൂപ്പരിക്ക് അറബി അറിയാം, മുസഹഫ് എന്നത് മുസഹഫ് എന്ന് വായിക്കാൻ അറിയാം, യബ്ഖാ എന്നുള്ളത് യബ്ഖീ എന്ന് വായിക്കാൻ അറിയാം. അങ്ങനെ മൂപ്പര് ബഹുഭാഷാ പണ്ഡിതനാണ്. മൂപ്പരിക്ക് അറബി വായിച്ചാൽ തെറ്റൂല, മലയാളം വായിച്ചാൽ തെറ്റൂല, അറബി മലയാളത്തിലുള്ള ഒരു പ്രസിദ്ധീകരണം വായിച്ചാൽ തെറ്റൂല.
ഇംഗ്ലീഷ് കേട്ട് പറഞ്ഞാൽ പോലും തെറ്റില്ല. അങ്ങനെ ബഹുഭാഷാ ആലിമാ മൂപ്പര്. നാദാപുരത്തുകാര് ഒന്ന് മനസ്സിലാക്കുക, മൂപ്പര് എനിക്കൊരു സർട്ടിഫിക്കറ്റ് തന്നിരിക്കുന്നു. അപ്പൊ ആ സർട്ടിഫിക്കറ്റ് കിട്ടിയപ്പോ ഞാൻ ഷാർജയിൽ നിന്ന് മൂപ്പർക്ക് ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പോവുകയാണ്. വിദേശ സർട്ടിഫിക്കറ്റിനായിക്കോട്ടെ. ആ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് എന്താണ്? മൂപ്പർക്ക് ഒരു ബഹുഭാഷാ ജാഹിൽ എന്ന സർട്ടിഫിക്കറ്റാണ് കൊടുക്കാൻ പോകുന്നത്. എല്ലാ ഭാഷയിലും മൂപ്പര് വായിച്ചാൽ തെറ്റും. ഇതൊന്നും ആരും പിടിക്കാറില്ല, നമ്മളത് പിടിക്കാൻ ഉദ്ദേശിച്ചതല്ല. ഈ തെറ്റ് പിടിക്കണ പരിപാടി ആരാ തുടങ്ങിയത് നിങ്ങളൊന്ന് പഠിച്ചു വെച്ചോ. മൂപ്പര പ്രസംഗത്തിൽ ശ്രമിച്ചു കഴിഞ്ഞ പ്രാവശ്യം. എന്ത്? ഒരു വാക്ക് പഴവക്ക് നാക്ക് അബദ്ധമൊന്നും പിടിക്കുന്ന ആളല്ല ഞാൻ. പിന്നെ ആരാ? അത് സലഫി അതിന്റെ ആള്. ഇവിടെ ഞാനാണോ സുഹൃത്തുക്കളെ നാക്കിൽ അബദ്ധം ആദ്യം പിടികൂടിയത്? ഞാനത് പിടിക്കുന്ന ആളല്ല. പക്ഷേ പണ്ടൊരിക്കൽ ഒരു മിന്ന് ബി ആയി പോയത് പിടിച്ച് ആഘോഷിച്ചപ്പോഴാണ് ഞാനിവിടെ പാറക്കടവിൽ ഓതിയ പുതിയ ആയത്തും നാദാപുരം മുഖാമുഖത്തിൽ ചോദിയ പുതിയ ആയത്തും ആറ്റിങ്ങൽ ഓതിയ പുതിയ ആയത്തൊക്കെ ഞാനിവിടെ കേൾപ്പിക്കാൻ കാരണതാ. അങ്ങൾ തുടങ്ങിയപ്പോഴാണ്. നിങ്ങൾ അവസാനിപ്പിക്കാൻ തയ്യാറാണോ? ഞാനും അവസാനിപ്പിക്കാൻ തയ്യാറാണ്. ഈ അങ്ങോട്ടും ഇങ്ങോട്ടും വായനയിലും ഈ സബുക്കുൽ ലിസാനിലും വായനയിലും ഒക്കെ വരുന്ന തെറ്റുകളുണ്ടല്ലോ, ഇത് എല്ലാവർക്കും സംഭവിക്കാവുന്നതാണ് എന്ന നിലക്ക് പിന്മാറാൻ തയ്യാറുണ്ടോ? ഞാൻ വർത്താനേ പെടല്ല. മനസ്സിലാക്കണം നിങ്ങൾ. ഈ ബഹുഭാഷാ ആലിമിന്റെ വിവരം ഒന്ന് കേട്ടോളൂ. മൂപ്പര് ഓരോന്ന് വായിക്കുമ്പോഴും നമ്മളോട് പറയുന്നുണ്ട് ശരിക്ക് പഠിച്ചോ എന്ന് പറഞ്ഞിട്ട് മൂപ്പര് അറബിയിൽ വായിച്ചിട്ട് അറബി വായിക്കുന്നതും അതിന്റെ അർത്ഥമൊക്കെ ഒന്ന് കേട്ടോളൂ. എണ്ണം അറബിയിൽ അക്കമിട്ടാൽ അതിന് ട്രാൻസ്ലേഷൻ കൊടുക്കാൻ മൂപ്പരിക്ക് നല്ല ഇൽമുണ്ട് എന്ന ഒരു ഷാർജ സർട്ടിഫിക്കറ്റ് മൂപ്പരിക്ക് നൽകാൻ പോകുകയാണ്. കേട്ടോളൂ. ശരിക്ക് പഠിച്ചു വെച്ചോ. ഞാൻ വായിക്കട്ടെ ബാക്കി കൂടിയും. വാദ്കുറു, ഞാൻ ഓർമ്മിക്കുന്നു, അന്നാഖിറ ഖിസ്വത്തിൻ തമ്മത്തിൽ ആകാനത്ത് ഫീ ആമീൻ 1446 അവസാനമായി റസൂലുള്ളാഹിന്റെ ഖബറിന്റെ മേലെയുള്ള പട്ട് സഊദി രാജാവിന്റെ ഓർഡർ പ്രകാരം മാറ്റിയിട്ടത് 1400 കേട്ടോ. കേട്ടില്ലേ? എന്താ വായിച്ചത്? ശ്രദ്ധിച്ചോ നിങ്ങൾ? അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറിന്റെ മേലെയുള്ള പച്ചപ്പട്ട് അവസാനമായി വിരിച്ചത്. പച്ചപ്പട്ടിന്റെ ചരിത്രം ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ വിശദീകരിക്കാനുണ്ട്. ഇന്ന് അതിന്റെ വിഷയത്തിൽ വരുന്നില്ല. ആ പച്ചപ്പട്ട് അവസാനമായിട്ട് സൗദി ഗവൺമെന്റ് വിരിച്ചതെന്നാണ് പറയുന്നത്. ആമി 1440 അറബി അറിയാവുന്ന ആളുകൾ ഈ പ്രസംഗം കേൾക്കുന്നില്ലേ? ഇങ്ങനെയുണ്ടോ ഒരക്കം വായിക്കല്? എന്താ ഇതിന് ട്രാൻസ്ലേഷൻ കൊടുക്കേണ്ടത്? സബ് ഞാൻ ഒഴിവാക്കിയത് സബുക്കുൽ ലിസാന പോട്ടെ. സബ് എന്ന് പറയാൻ ഒരുങ്ങി അപ്പൊ തന്നെ 40 എന്ന് പറഞ്ഞു. അൽഫിം വ സബ 40 വ സിത്തിം വ 40. എന്നിട്ടിങ്ങനെ പറഞ്ഞു ഇത് ഹിജ്റ 1400 കേട്ടോ. അഞ്ഞണം എന്നത് ഞാനറിയും, അത് മഞ്ഞൾ പോലെ വെളുത്തിരിക്കും. അല്ലേ? അഞ്ഞണം അറിഞ്ഞൂടാ, മഞ്ഞളും അറിഞ്ഞൂടാ, വെളുപ്പും അറിഞ്ഞൂടാ. അല്ലേ? അഞ്ഞണത്തിന്റെ നിറം വെളുപ്പാണോ? മഞ്ഞളിന്റെ നിറം വെളുപ്പാണോ? അഞ്ഞണം മഞ്ഞൾ പോലെയാണോ? ഒന്നും ബന്ധമില്ലല്ലോ. എന്താ ഈ അക്കമെണ്ണിയത്? ഇത് കേൾക്കുന്ന അറബി ഭാഷയോട് ബന്ധമുള്ള ആളുകൾ മനസ്സിലാക്കുക. ഞാൻ നിങ്ങളൊന്നും പഠിപ്പിക്കൂലേ? ഞാൻ നഴ്സറി കുട്ടികൾക്ക് ക്ലാസ് എടുക്കൂലേ? ഞാൻ ബുഖാരി ഓതി കൊടുക്കണ വലിയ ആലിമാണ്. തീർന്നോ? ഞാൻ സർവ്വ സലഫികളെക്കാളും എനിക്കിലുമുണ്ട്. ലോകത്തുള്ള സലഫികളെക്കാണൊക്കെ എനിക്ക് വിവരം. കേട്ടില്ലേ ആ വിവരം? അപ്പൊ ഒരക്കം വായിച്ചത് എത്രയാണ് നിങ്ങൾ കേട്ടത്? തീർന്നോ? ഈ മലയാളം വായിക്കുന്നതൊന്ന് കേട്ടോളൂ. എല്ലാ ഭാഷയിലുള്ള ആലിമാന്നുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കാനാ പോണത്. സ്വന്തം നിക്കാഹ് കാണാൻ യോഗമില്ലാത്ത പെണ്ണുങ്ങൾ. ഇനി പെണ്ണുങ്ങന്മാരോടൊരു വാല്യൂ മൗലവിന്റെ വകെ കേട്ടോളെ. ഒരു മിനിറ്റ്. ഈ സ്ക്രീനിൽ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാകാൻ വേണ്ടി ഒരു കാര്യം പറയാണ്. അയാൾ തെറ്റിയ ഭാഗത്ത് നമ്മൾ റൗണ്ട് ഇട്ട് കാണിക്കും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ നിങ്ങൾ ആ റൗണ്ടിലേക്ക് ശ്രദ്ധിക്കണം. എന്താ അവിടെയാണ് വായന തെറ്റ് വന്നത്. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക എന്താണ് മഹാനവറുകൾ വായിച്ചത്. ഇനി പെണ്ണുങ്ങന്മാരോടൊരു വാല്യൂ മൗലവിന്റെ വകെ കേട്ടോളെ. സഹോദരിമാരെ, ഒരു പക്ഷേ നിങ്ങളുടെ നിക്കായ് പള്ളിയിലോ പറമ്പിലോ മറ്റെവിടെയെങ്കിലുമോ ആയിരിക്കൊള്ളട്ടെ. ഒന്നും കൂടെ കേൾപ്പിക്കുക, ആ ഭാഗം മാത്രം. സ്വന്തം നിക്കാഹ് കാണാൻ യോഗമില്ലാത്ത പെണ്ണുങ്ങൾ. ഇനി പെണ്ണുങ്ങന്മാരോടൊരു വാല്യൂ മൗലവിന്റെ വകെ കേട്ടോളെ. സഹോദരിമാരെ, ഒരു പക്ഷേ ആര് വായിക്കാം? കാണുന്നില്ലേ? സഹോദരിമാരെ, ഒരപേക്ഷാന. ഞാൻ നഴ്സറി കുട്ടികളൊന്നും പഠിപ്പിക്കൂലേ, എന്നെ അതിന് പോലും പറ്റൂലാന്ന്. ഞാൻ ലോകത്തുള്ള സർവ്വ ആലിമ്യങ്ങളെ കാണും വലിയ പണ്ഡിതനാണ്. കിബ്രായിൽ തർക്കട്ടിലെ അസദായിൽ തർക്കട്ടിലെ
എനിക്ക് എല്ലാവരെക്കാളും ഇൽമാണ്. ഒരു പക്ഷേന വായിക്കണത് ഒരപേക്ഷ എന്നുള്ളത് മുജാഹിദിന്റെ ഒരു പ്രസിദ്ധീകരണം വായിച്ചത്. എന്തിനാ വായിച്ചത് ഇൻഷാ അല്ലാഹ് ഞാൻ പിന്നെ വിശദീകരിക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ് നാളെ. അപ്പൊ അതവിടെ നിൽക്കട്ടപ്പോ ഞാൻ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പോവുകയാണേ. മൂപ്പരിക്കും മലയാളത്തിലും നല്ല ഇൽമുണ്ട്, സർട്ടിഫിക്കറ്റ് കൊടുത്തു. ഇനി ഇംഗ്ലീഷ് പറയട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് കേട്ടോളെ. അപ്പോ നവർമലി അന്നവർമൽ അതായിപ്പോ വിഷയം. ഞാൻ പറഞ്ഞു വരുന്നത് കേട്ടോളെ. അപ്പോ നവർമലി അന്നവർമൽ അതായിപ്പോ വിഷയം. കേട്ടില്ലേ? മുഖാമുഖത്തിൽ ഒരു മുജാഹിദ് പ്രവർത്തകൻ ചോദിച്ചു നോർമൽ അബ്നോർമൽ. ഇത് കേട്ടിട്ട് മൂപ്പരിക്ക് അത് പറയാൻ കഴിയണ്ടേ? നഴ്സറിയിലൊന്നും ഞാൻ പഠിപ്പിക്കൂലേ. നിങ്ങൾ പഠിപ്പിക്കൂലല്ലേ? പറ്റൂല ഇത്. അത് കേട്ടിട്ട് പറയുമ്പോ പോലും നവർമല് അന്നവർമല് ഇതാപ്പൊ നമ്മളെ വിഷയം. മനസ്സിലായില്ലേ നിങ്ങൾക്ക്? അപ്പൊ ഇംഗ്ലീഷിലും മൂപ്പരിക്ക് നല്ല ഇൽമുണ്ട് എന്ന സർട്ടിഫിക്കറ്റ് ഇതാ കൊടുക്കാൻ പോവുകയാണ്. ഇനി മൂപ്പര് വായിക്കുന്നത് അറബി മലയാളത്തിലുള്ള അവരുടെ ഒരു പുസ്തകം വായിക്കുമ്പോൾ വരുന്ന അബദ്ധം സ്ക്രീനിൽ ആ ഭാഗത്തെത്തുമ്പോൾ നമ്മൾ റൗണ്ടിടും. ആ റൗണ്ടിലിടുന്ന ഭാഗവും അത് വായിക്കുന്ന കോലവും നിങ്ങൾ ശ്രദ്ധിക്കുക. എല്ലാം ഒരു വിശദീകരണം ചെയ്യുവാൻ ഈ ലേഖനം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അവയിൽ നിന്ന് 2 വിഷയത്തിലേക്ക് മാത്രമാണ് ഈ അവസരത്തിൽ വായനക്കാരുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമതായി നേർച്ച സ്ഥലങ്ങളിലും മറ്റു ചാറുകളിലും ഉലമാഇന്റെ അറിവിൽ പെടാത്ത. ഒരു മിനിറ്റ്, ഒന്നും കൂടെ വെക്കും. അതിന് മുമ്പ് ഞാൻ പറഞ്ഞുതരാം എന്താ ഇവിടെ സംഭവം എന്നറിയോ? നേർച്ച സ്ഥലങ്ങളിലും മസാറുകളിലും എന്നാണ്. മസാർ എന്ന് പറഞ്ഞാൽ സന്ദർശിക്കുന്ന സ്ഥലം. അപ്പൊ മസാർ എന്ന് മൂപ്പര് വായിക്കുന്നതാണ്. അതിങ്ങനെ നോക്കി. എന്നാൽ നേർച്ച സ്ഥലങ്ങളിലും മറ്റു ചാറുകളിലും. കേട്ടോ? ഒന്നും കൂടെ കേട്ടോ. മറ്റു ചാറുകളിലും മറ്റു ചാറുകളിലും മറ്റു ചാറുകളിലും. കേട്ടോ? സർട്ടിഫിക്കറ്റ് കൊടുക്കണേ. മസാർ എന്ന് വായിക്കാൻ അറിയാത്ത ജാഹിലിന് ഞാൻ പറയില്ല, ആലിമായിക്കോട്ടെ. ലോക സലഫികളെക്കാണ് എനിക്ക് വിവരണ്ട്. കിബ്രായിൽ തർക്കമില്ല, അസ്ദായിൽ തർക്കമില്ല. ഞാൻ നിങ്ങളൊന്നും പഠിപ്പിക്കൂലേ. ഞാൻ നഴ്സറി കുട്ടികളെ പഠിപ്പിക്കുന്ന ആളല്ല. ഞാൻ ബുഖാരി പോലത്തെ വലിയ വലിയ കിതാബ് പഠിപ്പിക്കുന്ന ആലിമാണ് കേട്ടോ. അവ എല്ലാ ഭാഷയിലും മൂപ്പരിക്ക് ഇൽമുണ്ട് എന്നിപ്പോ ഒരു സർട്ടിഫിക്കറ്റ് നാദാപുരത്തുകാരുടെ അറിവോടുകൂടി ഷാർജയിൽ നിന്ന് കൊണ്ടുവന്ന ഒരു ബഹുഭാഷാ ഇൽമ് അദ്ദേഹത്തിനുണ്ട് എന്ന സർട്ടിഫിക്കറ്റ് ഇവിടെ വെച്ച് കൊടുത്തു തീർന്നിരിക്കുന്നു. ഇനിയും കുറേ ഉണ്ട്. സന്ദർഭം വരുമ്പോ നമുക്ക് ഓരോന്ന് വായിക്കാം. പിന്നെ മൂപ്പര് അപ്പൊ അത് മനസ്സിലായല്ലോ. ഇതൊന്നും നമ്മൾ ആരോടുത്ത് പറയാൻ വിചാരിച്ചതല്ല. ഇതിങ്ങോട്ടൊന്ന് വരുമ്പോ അള്ളാഹു 10 നിങ്ങൾക്ക് അങ്ങോട്ട് തരും. നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളിൽ പിടികൂടരുത്. ഞാനത് പിടികൂടിയിട്ടില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഇവിടെ ആദ്യം തുടക്കം കുറിച്ചത് ആരാണ് ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ സുഹൃത്തുക്കളെ, പിന്നെ മൂപ്പര് പറയാണെന്ത് അറിയോ? ഞാന് ആദ്യം ഒരു പ്രഭാഷണം നടത്തിയപ്പോ അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരു ഹദീസ്, അതേതാ വിഷയം എന്നറിയോ? അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിശേഷണങ്ങളാണ്. അള്ളാഹുവിന്റെ വിശേഷണങ്ങളെ സംബന്ധിച്ചുള്ള വിവരണമധ്യേ അവിടെ വെച്ച് ഞാൻ സൂചിപ്പിച്ചിരുന്നു. അള്ളാഹുവിന്റെ റസൂല് വിശദീകരിച്ചിട്ടുണ്ട്. യൻസിലു റബ്ബുനാ തബാറക വ തആല ഇല സമാഇ ദുനിയാ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ രാവുകളിലും 1-ാമത്തെ ആകാശത്തിലേക്ക് ഇറങ്ങി വരുന്നു. ഇത് ഞാൻ പറഞ്ഞപ്പോ ഈ ഹദീസ് ഇങ്ങനെ പറയുന്നതിന്റെ ഇടയ്ക്ക് പടച്ചവൻ പറയുന്നു എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ ആശയം പറഞ്ഞു. ഇപ്പൊ മൂപ്പർ അതിന്നൊരു പിടികൂടിയിട്ട് പറയണ്, സർവ്വ മുജാഹിദീങ്ങളെ ഞാൻ ബെല്ലടിക്കുന്നു, വെല്ലുവിളിക്കുന്നു പറഞ്ഞിട്ട് വരാതായി പോണ്ട. ബെല്ലടിക്കുന്നു, ബെല്ലടിച്ചാലല്ലേ വരിക. അതുകൊണ്ട് എല്ലാ മുജാഹിദിനെയും ഞാൻ ബെല്ലടിക്കാണ്. എന്തിന്? ഇങ്ങനെ ഒരായത്ത് അല്ലാഹുവിന്റെ ഖുർആനിൽ കാണിച്ചു തരാൻ പറ്റുമോന്ന്. എന്റെ വാചകത്തിൽ പ്രസംഗത്തിൽ ഒരു ഭാഗത്ത് പടച്ചവൻ പറയുന്നു എന്ന് വന്നുപോയി. എന്നാൽ സുഹൃത്തുക്കളെ, അത് അപ്പോൾ തന്നെ ഞാൻ തിരുത്തിയിട്ടുണ്ട്. ആ ഭാഗം മൂപ്പര് മുറിച്ചു. ഞാൻ വേറെ കാണിക്കുന്നുണ്ട്. ആ പ്രസംഗത്തിൽ തന്നെ ഞാനത് കൃത്യമായി അത് ഹദീസാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് മൂപ്പരെടുത്തില്ല. ഈ ഒരു വാചകം പടച്ചോൻ പറയുന്നു എന്നുള്ളൊരു സബുക്കുൽ ലിസാൻ വന്നുപോയത് എടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് വഷളാക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം കേൾക്കൂ നിങ്ങൾ. ഇതാണെങ്കിലോ ഇതായത്താണോ? ഞാൻ ലോകത്തുള്ള മുഴുവൻ സെലഫികളെയും വെല്ലുവിളിച്ചു എന്നിട്ട് അവർ വരാണ്ടായി പോണ്ട. ബെല്ലടിച്ചു എന്ന് പറയാ. ബെല്ലടിക്കുമ്പല്ലേ വരിക.
ബെല്ലടിക്കുന്നു. ഏതിന്? എല്ലാ സെലഫികളും ഞാൻ ബെല്ലടിക്കുന്നു വരാൻ വേണ്ടി. എന്തിനാ വരുന്നവരെയോ? പടച്ച തമ്പുരാൻ പറഞ്ഞതായിട്ട് പരിശുദ്ധ ഖുർആൻ അല്ലെങ്കിൽ ഒരു ഖുദ്സിയായ ഹദീസ് യൻസിലു റബ്ബുന എന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടോ? യൻസിലു റബ്ബുന നിങ്ങൾക്ക് അല്ലാഹ് ഖുർആനിൽ പറഞ്ഞതായിട്ട് കാണിച്ചു തരാൻ പറ്റുമോ? അല്ലെങ്കിൽ ഖുദ്സിയായ ഹദീസിൽ കാണിച്ചു തരാൻ പറ്റുമോന്ന് ഞാൻ അങ്ങനെ പറഞ്ഞുപോയി. പടച്ചവൻ പറയുന്നു എന്ന് പറഞ്ഞിട്ട് അതെടുത്ത് മുറിച്ചിട്ടാ കേൾപ്പിച്ചത്. അതേ പ്രസംഗത്തിൽ തന്നെ ഞാനത് ഹദീസാണെന്ന് പറയുന്ന ഭാഗം നിങ്ങൾ തന്നെ കേൾക്കുക. അത് മൂപ്പരെടുത്തില്ല. കേട്ടോളൂ, ആ ഭാഗം, മുറിച്ച ഭാഗം കേട്ടോളൂ. ഇവിടെ ഇപ്പൊ വലിയ പരിഹാസത്തിന് വിധേയമായ സംഗതിയാണെന്ന് അല്ലാഹ് ഇറങ്ങുന്നു. എന്തേ നമ്മൾ തെറ്റ് ചെയ്തത്? എന്താണ് മുജാഹിദുകൾ തെറ്റ് ചെയ്തത്? നിങ്ങൾ പറയണം. അള്ളാഹുവിന്റെ റസൂൽ ഒരു ഹദീസ് പറഞ്ഞു. എന്താ അത്? പഠിച്ചു വെച്ചോളി. യൻസിലു റബ്ബുനാ തബാറക വതആല ഇലസ് സമാഇ ദുനിയാ. കണ്ടോ? യൻസിലു റബ്ബുനാ തബാറക വതആല ഇലസ് സമാഇ ദുനിയാ എന്നുള്ളതിന്റെ മുമ്പ് എന്താ പറഞ്ഞത് ശ്രദ്ധിച്ചില്ലേ? അള്ളാഹുവിന്റെ റസൂൽ ഒരു ഹദീസ് പറഞ്ഞു. ഇതിവിടെ നടന്നതല്ലേ? ആ പ്രസംഗത്തിലെ ഒരു ഭാഗം എടുത്തിട്ടല്ലേ, വേറൊരു പ്രസംഗത്തിലല്ല, അതേ പ്രസംഗത്തിലെ ഒരു ഭാഗത്ത് വന്ന ഒരു നാവിന്റെ പ്രയോഗം എടുത്തിട്ടല്ലേ മൂപ്പര് ഇവിടെ വഷളാക്കാൻ വേണ്ടി ശ്രമിച്ചത്, വെല്ലുവിളിച്ചത്, ബെല്ലടിച്ചത്? ഒരു കൃത്യമായ നിലക്കൊരു മാന്യതയുള്ള ഒരാൾ ആ പണി ചെയ്യൂ ഒരേ പ്രസംഗത്തിൽ? അല്ല, എന്താ പല്ലേ മാന്യത? ദുബായിലെ പ്രസംഗത്തിലെ ഒരു ശ്വാസത്തിന്റെ ഇടക്ക് വെച്ച് മുറിച്ചില്ലേ? അല്ലേ? മുൻകൈയും മുഖമെന്ന് പറയണതിന്റെ മുൻകൈ എന്ന് കേൾക്കുന്നുണ്ട്, അവിടെ കട്ട് ചെയ്തില്ലേ? എന്തിനാണ് ഈ വഞ്ചന കാണിക്കുന്നത്? എന്തിനാണ് ഈ കൃത്യവിലോപം കാണിക്കുന്നത്? അപ്പൊ സുഹൃത്തുക്കളെ, മാത്രമല്ല ആ ഹദീസിന് അർത്ഥം പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറങ്ങി വരും എന്ന് ഞാൻ അർത്ഥം പറഞ്ഞിരുന്നു. അതിനെ മൂപ്പരുന്നിട്ട് ചോദിക്കേണ്, ഇറങ്ങിയും എന്നല്ലാതെ ഇറങ്ങി വരും എവിടെയുള്ളത്? എൻസിലു വ യജിഉ നാ മൗലവി അർത്ഥം വെക്കുന്നത്. ആരെങ്കിലും അങ്ങനെ പറയും? ഇറങ്ങി വരുന്നില്ല, ഇനി എൻസിലു വ യജിഉ എന്ന് പറയോ? എൻസിലു എന്ന് പറഞ്ഞാൽ തന്നെ ഇറങ്ങി വരുന്നതില്ലേ? മൂപ്പര് തെറ്റിദ്ധരിപ്പിക്കുകയാണ്. യൻസിലു വ യജിഉ, ഇറങ്ങി വരുന്ന അർത്ഥം പറയാനേ പാടില്ല എന്ന് മൂപ്പര് പറയുന്നത് കേട്ടോളൂ. യൻസിലു എന്നുള്ളതിന് ഇറങ്ങി വരുന്ന അർത്ഥം പറഞ്ഞു. വാസ്തവത്തിൽ യൻസിലു ഉള്ളതിന് ഇറങ്ങുന്നല്ലാണ്ട് ഇറങ്ങി വരുന്ന അർത്ഥമുണ്ടോ? ഇനി വാക്കർത്ഥം പറഞ്ഞാൽ തന്നെ ഇറങ്ങുന്നല്ലേ അർത്ഥമുള്ളൂ, വരുന്ന അർത്ഥമുണ്ടോ? അപ്പോ യൻസിലു വ യജിഉ എന്നാ അർത്ഥം വെച്ചത്. അതൊന്ന് എന്താ പറഞ്ഞത്? യൻസിലു എന്നുള്ളതിന് ഇറങ്ങുന്നല്ലാതെ ഇറങ്ങി വരുന്ന അർത്ഥം പറയാൻ പാടുണ്ടോ? അങ്ങനെ പാടുണ്ടോന്ന് അയക്കണേ. എന്നാ പാടുണ്ട്. നിങ്ങളുടെ തന്നെ ഒരു സഖാഫി മൂപ്പർ എഴുതിയ ഒരു ലേഖനത്തിൽ നിന്ന് വായിക്കാം. എന്താ കേട്ടോളൂ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിന്റെ പ്രകടമായ അർത്ഥം ഇപ്രകാരം വായിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, എല്ലാ രാത്രിയും അല്ലാഹു ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വരും. നിഷേധിക്കാൻ കഴിയോ? നിങ്ങളുടെ മാളിയേക്കൽ സഖാഫി എഴുതിയതാണ്. ഒരുത്തനില്ലേ നാടൊട്ടാകെ ഈ സീഡി പ്രദർശിപ്പിച്ച് സലഫിയുടെ തൊലി ഉരിക്കണം, തൊലി പൊളിക്കണം എന്ന് സിറാജിൽ എഴുതിയില്ലേ? നാദാപുരത്തെ സീഡി ലോകത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിൽ ഗ്രാമാന്തരങ്ങളിൽ പ്രദർശിപ്പിച്ച് സലഫി മൗലവിയുടെ ചർമ്മവേട്ട നടത്തണം എന്ന് നിങ്ങളുടെ സീഡിക്ക് മദ്ഹെഴുതിയ സഖാഫില്ലേ, മാടിയോക്കൽ സഖാഫി എഴുതിയില്ലേ? മൂപ്പരാ എഴുതിയതെന്ത്? എന്താ പറഞ്ഞിരുന്നറിയോ? എല്ലാ രാത്രിയും അല്ലാഹു ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വരും. എൻസിലു വ യജിഉ എന്നുള്ള അർത്ഥം വെച്ച ഞങ്ങളല്ല, നിങ്ങൾ തന്നെയാണ് എഴുതിയിട്ടുള്ളത്. അതുകൊണ്ടും ആയില്ല, ഇറങ്ങി നിൽക്കും എന്ന് വരെ നിങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇതിപ്പോ യൻസിലു വ യഖൂമു എന്ന് പറയേണ്ടി വരും. ഇറങ്ങി നിൽക്കും എന്ന് നിങ്ങൾ തന്നെ എഴുതിയിട്ടുണ്ട്. അവിടെ ഇപ്പൊ യൻസിലു വ യഖൂമു എന്നും പറയേണ്ടി വരും. അപ്പൊ സുഹൃത്തുക്കളെ, അതൊക്കെ തെറ്റിദ്ധരിപ്പിക്കലാണ്. അതേ അവസരത്തിൽ അതിന്റെ പ്രിയപ്പെട്ടവരോട് സൂചിപ്പിക്കട്ടെ, അല്ലാഹുവിന്റെ റസൂലെ പറഞ്ഞതിന്റെ ആശയം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ള ഓരോ വിശേഷണങ്ങളുടെയും ഉദ്ദേശം എന്തെന്ന് ഞാനിവിടെ മുമ്പ് പ്രസംഗിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഉന്നതമായ നാമങ്ങളുണ്ട്. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്നാ, അല്ലാഹുവിന് ഏറ്റവും ഉത്കൃഷ്ടമായ, ഏറ്റവും ഉദാത്തമായ നാമങ്ങളുണ്ട്, ഏറ്റവും നല്ല പേരുകളുണ്ട്. അതുപോലെ തന്നെ അല്ലാഹുവിന്റെ ഒരുപാട് വിശേഷണങ്ങളുണ്ട്. ആ കൂട്ടത്തിൽ പെട്ടത് തന്നെയല്ലേ അല്ലാഹു ഇറങ്ങും എന്ന് ഹദീസിലുണ്ട്, അല്ലാഹുവിന്റെ കൈ എന്ന് ഖുർആനിലുണ്ട്, അല്ലാഹുവിന്റെ കണ്ണെന്ന് ഖുർആനിലുണ്ട്. അതേപോലെ തന്നെ ഖുർആനിലും ഹദീസിലുമൊക്കെ പല പ്രയോഗങ്ങൾ
പ്രയോഗങ്ങളുമുണ്ട്. അർറഹ്മാനു അലൽ അർശി ഇസ്തവാ, അല്ലാഹു അർശിന്മേൽ ഉപവിഷ്ടനായിരിക്കുന്നു. ഇങ്ങനെയുള്ള പ്രയോഗങ്ങളൊക്കെ കാണുമ്പോൾ സുഹൃത്തുക്കളെ എന്താണ് നമ്മൾ വിശ്വസിക്കേണ്ടത്? അല്ലാഹുവിനെ പറ്റി നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, ലൈസ കമിസ്ലിഹി ശൈഉൻ, അല്ലാഹുവിനെ പോലെ യാതൊന്നും തന്നെയില്ല. അതേപോലെ തന്നെ വലം യകുല്ലഹു കുഫുവൻ അഹദ്, അവന് തുല്യനായി കൊണ്ട് ഒരാളും തന്നെയില്ല. ഒരു വസ്തുവിനെയും അല്ലാഹുവിനോട് ഉപമിക്കാൻ പാടില്ല. അല്ലാഹുവിന്റെ കണ്ണ് എന്ന് പറയുമ്പോ ലോകത്തിലേതെങ്കിലും ഒരു സൃഷ്ടിയുടെ കണ്ണ് പോലെ എന്ന് പറയാൻ പാടില്ല. അല്ലാഹു ഇറങ്ങും എന്ന് പറയുമ്പോ ലോകത്തിലേതെങ്കിലും ഒരു സൃഷ്ടി ഇറങ്ങും പോലെ എന്ന് പറയാൻ പാടില്ല. അല്ലാഹുവിന് അനുയോജ്യമായ നിലക്കുള്ള ഇറക്കമാണ്, അല്ലാഹുവിന് അനുയോജ്യമായ നിലക്കുള്ള ആരോഹണമാണ്, അല്ലാഹുവിന് അനുയോജ്യമായ നിലക്കുള്ള കയ്യാണ്, അല്ലാഹുവിന് അനുയോജ്യമായ നിലക്കുള്ള കണ്ണാണ്. സർവ്വ സൃഷ്ടികളോടും അല്ലാഹു വ്യത്യാസനാണല്ലോ. മുഖാലിഫുൻ ലിൽ ഖൽഖി ബിൽ ഇത്ലാഖി, സർവ്വ സൃഷ്ടികളോടും എല്ലാ നിലക്കും വ്യത്യസ്തനായവനാണല്ലോ അല്ലാഹു. ആ സ്വഹാബത്ത് അല്ലാഹുവിന്റെ റസൂലില്ലെന്ന് ഈ ആശയങ്ങൾ കേട്ടപ്പോ അല്ല എങ്ങനെയാ നബിയെ കയറുക എന്ന് ചോദിച്ചിട്ടില്ല, അല്ല എങ്ങനെയാ ഇറങ്ങുക എന്ന് ചോദിച്ചിട്ടില്ല, അല്ലാഹു എങ്ങനെയാണ് ഉപവിഷ്ടനാകലെന്ന് ചോദിച്ചിട്ടില്ല, അല്ലാഹുവിന്റെ കൈ എങ്ങനെയെന്ന് ചോദിച്ചിട്ടില്ല, അല്ലാഹുവിന്റെ കണ്ണെങ്ങനെയെന്ന് ചോദിച്ചിട്ടില്ല. അല്ലാഹു ഖുർആനിൽ എന്ത് പറഞ്ഞിട്ടുണ്ടോ അതപ്പടി വിശ്വസിക്കുന്ന പ്രകൃതക്കാരായിരുന്നു സഹാബാ കിറാം. അവരൊന്നും ചോദ്യം ചെയ്യാൻ പോയിട്ടില്ല. അതിനെക്കുറിച്ച് ചോദിക്കൽ ബിദ്അത്താണ്, അത്തരത്തിൽ വിശ്വസിക്കൽ നിർബന്ധവുമാണ് എന്ന് മഹാനായ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുണ്ടല്ലോ. സ്വഹാബത്തിന് ഈ വിഷയത്തിലുള്ള നിലപാടെന്താ? അവര് പേരോട് സ്റ്റേജും ഒന്ന് കളിയാക്കിയിട്ടില്ലേ? ഇവരുടെ അള്ളങ്ങനെ ഇറങ്ങും കയറും. 24 മണിക്കൂർ ഇങ്ങനെ കറങ്ങുന്ന അള്ളയാണ്, കസേരയിൽ ഇരിക്കുന്ന അള്ളയാണ്, കൈയുള്ള അള്ളയാണ്, കുടവയറുള്ളയാണ്, ഫയലൊപ്പിട്ട് കയറിപ്പോകുന്ന അള്ളയാണ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയില്ലേ? അല്ലാഹു സുബ്ഹാനഹു തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വചനങ്ങളിലൂടെയും അല്ലാഹു തന്നെ അവിടുത്തെ വിശുദ്ധ ഖുർആനിലൂടെയും നമുക്ക് അവനെപ്പറ്റി എന്തൊക്കെയോ പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒരു വ്യാഖ്യാനവും കൂടാതെ, ഉപമിക്കൽ കൂടാതെ, നിഷേധിക്കൽ കൂടാതെ, മറ്റ് യാതൊരു നിലക്കുമുള്ള തുല്യപ്പെടുത്തൽ കൂടാതെ എങ്ങനെയാണോ പറഞ്ഞതെങ്കിൽ അങ്ങനെ തന്നെ വിശ്വസിക്കലായിരുന്നു സഹാബത്തിന്റെ പരിപാടി. അതല്ലേ നിങ്ങൾ കേട്ടിട്ടില്ലേ? അഖദസ്സഹാബതു മാ അതാഹും മിൻ ഹദീ വസ്തസ്ലമൂ ലി അഖീദത്തിൽ ഫുർഖാനി. സ്വഹാബത്തിന്റെ നിലപാടാണ് ആ പറഞ്ഞത്. അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത്, അല്ലാഹുവിന്റെ റസൂലിലൂടെ അവർക്ക് എന്ത് ചര്യകളാണ് കിട്ടിയതെങ്കിൽ ആ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ള അഖീദകളോട് ചോദ്യം ചെയ്യാതെ 100% അതിന് കീഴ്പ്പെട്ടവരാണ്. അവലു ഔ അത്തലു ഔ ശബ്ബഹു ബൽ സദ്ദഖൂ മാ ജാഅ ഫീ ദുആനി. അല്ലാഹുവിന്റെ ഒരു വിശേഷണത്തെയും സഹാബിമാര് വ്യാഖ്യാനിക്കാൻ പോയിട്ടില്ല. അല്ലാഹുവിന്റെ കൈ എന്ന് പറഞ്ഞാൽ അത് ശക്തി എന്നാണ് ഉദ്ദേശം, കൈ എന്നല്ല. അല്ലാഹു ഇറങ്ങും എന്ന് പറഞ്ഞാൽ അല്ല ഇറങ്ങും എന്ന് പറയാൻ പാടില്ല. അല്ലാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങും എന്നാണ് വ്യാഖ്യാനിക്കേണ്ടത്, അല്ലെങ്കിൽ മലക്കുകൾ ഇറങ്ങും എന്നാണ് വ്യാഖ്യാനിക്കേണ്ടത്. എന്നിങ്ങനെ തഅ്വീൽ ചെയ്ത് വ്യാഖ്യാനിച്ചൊപ്പിക്കുന്ന സമ്പ്രദായം സഹാബാ കിറാമിനുണ്ടായിട്ടില്ല. മഅവലു ഔ അത്തലു ഔ ശബ്ബഹു ബൽ സദ്ദഖൂ മാ ജാഅ ഫീ ദുആനി. അവര് വ്യാഖ്യാനിക്കാൻ പോയിട്ടില്ല, അവര് നിഷേധിച്ച് തള്ളാനും പോയിട്ടില്ല. ഔ ശബ്ബഹു, അല്ലെങ്കിൽ അള്ള മനുഷ്യരിക്കും പോലെ തശ്ബീഹ് പറയാൻ പോയിട്ടില്ല, മനുഷ്യരിറങ്ങും പോലെ തശ്ബീഹ് പറയാൻ പോയിട്ടില്ല. നമ്മെപ്പോലെയുള്ള കൈ എന്ന് പറയാൻ പോയിട്ടില്ല, നമ്മെപ്പോലെയുള്ള ഇരുത്തം എന്ന് പറയാൻ പോയിട്ടില്ല. അള്ള എങ്ങനെ പറഞ്ഞോ അതേപോലെ തന്നെ തഅ്വീൽ കൂടാതെ, തഅ്തീൽ നടത്താതെ, തശ്ബീഹ് നടത്താതെ ബൽ സദ്ദഖൂ മാ ജാഅ ഫീ ദുആനി. എന്താണ് അല്ലാഹു അവന്റെ ഖുർആനിൽ പറഞ്ഞതെങ്കിൽ
അതപ്പടി 100% എങ്ങനെയാണ് അല്ലാഹുവിനെ യോജിക്കുക എങ്കിൽ അതങ്ങനെ തന്നെ അവരത് അംഗീകരിച്ചിട്ടുണ്ട്. ലം യുഅ്മിലു അഫ്കാറഹും ഫീ ദാതിഹി ഔ ഫീ സിഫാത്തിൽ ഖാലിഖിൽ ഹന്നാനി. അവരവരുടെ ചിന്തക്കത് വിഷയീഭവിപ്പിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ സിഫാത്തുകളെ ചിന്തിച്ചുകൊണ്ട് മറ്റു നിലക്ക് വ്യാഖ്യാനിച്ചൊപ്പിക്കാൻ അവരുടെയൊന്നും ബുദ്ധിമണ്ഡലത്തെ അവർ ഉപയോഗപ്പെടുത്തിയിട്ടില്ല. ആ സഹാബത്തിനെ സംബന്ധിച്ച് അല്ലാഹു സർട്ടിഫിക്കറ്റ് കൊടുത്തത് വസാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറദു അൻഹു. അല്ലാഹു പൊരുത്തപ്പെട്ടല്ലോ, അവരെ അല്ലാഹുവിനെയും തൃപ്തിപ്പെട്ടവരാണല്ലോ. അങ്ങുമിങ്ങും തൃപ്തിപ്പെട്ട ആ സഹാബത്തിന്റെ അഖീദയാണ് സലഫികൾ പിൻപറ്റുന്നത്. അതാണ് സലഫുസ് സാലിഹിന്റെ ഈ വിഷയത്തിലുള്ള അഖീദ എന്താണോ അതേ അഖീദയാണ്. അല്ലാഹു നമ്മൾ ഇറങ്ങും പോലെ ഇറങ്ങുമെന്ന് നമ്മൾ പറയുന്നില്ല, നമ്മെപ്പോലെ കൈയുണ്ടെന്ന് പറയുന്നില്ല, നമ്മെപ്പോലെ കാലുണ്ടെന്ന് പറയുന്നില്ല, നമ്മെപ്പോലെ ഇരിക്കുമെന്ന് പറയുന്നില്ല, നമ്മെപ്പോലെ നടക്കുമെന്ന് പറയുന്നില്ല. ഒരു കാര്യത്തിലും റബ്ബിന് ഒരാളോടും തുല്യനാക്കാൻ പാടില്ല. ലൈസ കമിസ്ലിഹി ശൈഅ്, അവന് തുല്യനായി ഒരു വസ്തുവുമില്ല എന്നല്ലേ അവനെ പോലെ എന്ന് പറയാൻ ഒരാളുമില്ല. ഈ വിശ്വാസമാണ് നമുക്കുള്ളത്. ഇതും പറഞ്ഞിട്ട് ഇരു തെറ്റിദ്ധരിപ്പിക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, അല്ലാഹുവിന്റെ റസൂല് അല്ലാഹുവിനെ സംബന്ധിച്ച് എന്താണ് വിശദീകരിച്ച് തന്നതെങ്കിൽ അതപ്പടി വിശ്വസിക്കലാണ് സുന്നത്ത് ജമാഅത്തിന്റെ കക്ഷികളായ മുജാഹിദുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് വളരെ വിനയത്തോടുകൂടി ഓർമ്മപ്പെടുത്തുന്നു. പിന്നെ സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സംബന്ധിച്ച് കൃത്യമായി വിശദീകരിച്ച പല കാര്യങ്ങളും അതിൽ സുഹൃത്തുക്കളെ ഞാനിവിടെ പറഞ്ഞു, ഇയാളിവിടെ തെറ്റിച്ചൊരു വിഷയമുണ്ട് എന്ന്. ഇയാളുടെ ആയത്തുകൾ തെറ്റിയപ്പോ നിങ്ങളതിൽ പിടികൂടരുത്, നിങ്ങൾ അബദ്ധത്തിൽ നിന്ന് മുക്തനല്ല, നിങ്ങളും ഒരുപാട് അബദ്ധങ്ങൾ സംഭവിച്ചയാളാണ്. അങ്ങനെ പാറക്കടവിൽ ഓതി ആയത്ത് പറഞ്ഞു, നാദാപുരത്ത് ഓതി ആയത്ത് പറഞ്ഞു, അവസാനം ഞാൻ ആറ്റിങ്ങൽ മുഖാമുഖത്തിൽ ആയത്തും പറഞ്ഞിരുന്നു. അപ്പൊ മൂപ്പര് പാറക്കടവിലും നാദാപുരത്തൊക്കെ പറ്റിയതിനെപ്പറ്റി പെട്ടെന്നാണ് പോയി ഒരബദ്ധം എന്നൊക്കെ പറഞ്ഞിട്ട് പോയി. അതൊരബദ്ധം എന്നൊക്കെ പറഞ്ഞു. മാത്രല്ല ഈ സദസ്സിൽ മുജാഹിദീങ്ങൾ ഉണ്ടായതുകൊണ്ട് എനിക്ക് തെറ്റിയതാണ്. ഇത് അള്ളാഹുവിന്റെ റസൂലിന് വരെ അങ്ങനെ തെറ്റിയിട്ടുണ്ട്, സദസ്സിൽ വുളു ശരിയാകാത്ത ആൾക്കാരുണ്ടായിട്ട്. എന്നിട്ട് ന്യായീകരണം കണ്ടെത്തേന്. അപ്പൊ സുഹൃത്തുക്കളെ എന്താ പറയുന്നത്, മുജാഹിദീങ്ങൾ ഉണ്ടായിട്ട് തെറ്റിയതാണ്. എന്നിട്ട് മൂപ്പരാണ് ഇപ്പൊ നമ്മളെ ബെല്ലടിക്കുന്നത്. ഇങ്ങോട്ട് വരും, ഒരു മുജാഹിദ് സദസ്സിലുണ്ടായാൽ നേർക്കുനേരെ ആയത്തോതാൻ വരെ വിവരമില്ലാത്ത ആള്. ഒരു മുജാഹിദ് ഒരു സദസ്സിലുണ്ടെങ്കിൽ മൂപ്പർക്ക് അപ്പ തുടങ്ങി എന്ത്, പിന്നെ ആയത്തോതിയാൽ വരെ തെറ്റുന്ന മൂപ്പര് പറയണത്. നോക്കണം നിങ്ങൾ, അത് വേറെ വിഷയമാണ്. അവിടെ ഞാൻ പറഞ്ഞിരുന്നു എന്ത്, നിങ്ങളൊരു ആയത്തോതിയിട്ടുണ്ട്, ആ ആയത്തിൽ എന്താ വിഷയം? നിങ്ങൾ ആറ്റിങ്ങൽ മുഖാമുഖത്തിൽ വെച്ച് ഓതിയൊരായത്തുണ്ട്, അത് സുഹൃത്തുക്കളെ കുറച്ച് വിശദമായി നമുക്ക് വിശദീകരിക്കാനുണ്ട്. നിങ്ങൾ ക്ഷമയോടുകൂടി അതുകൂടി കേൾക്കണമെന്ന് ഉറപ്പെടുത്തുന്നു. ഞാൻ പ്രധാനപ്പെട്ട ഭാഗങ്ങളെ പറയുന്നുള്ളൂ. അതിൽ മൂപ്പര് പറഞ്ഞു, എന്താ അതിലെ വിഷയമെന്നോ, സ്ത്രീധനം എന്ന് പറയുന്ന വിഷയമാണ് അതിലെ പ്രധാനപ്പെട്ട കാര്യം. സുഹൃത്തുക്കളെ, ഇന്ന് മുസ്ലിമീങ്ങൾക്കിടയിൽ ഏറെ ബോധവൽക്കരണം നടക്കേണ്ടുന്നൊരു വിഷയമാണല്ലോ സ്ത്രീധനം. സ്ത്രീധനം പാടില്ലാത്ത സംഗതിയാണ് എന്ന് ഏതാണ്ട് എല്ലാ കക്ഷികളും അംഗീകരിച്ച മട്ടാണ്. പക്ഷേ സ്ത്രീധനം പാടില്ലെന്ന് പറയുകയും ചില കള്ളന്മാരത് ചുളിവിലൂടെ വാങ്ങുകയും ചെയ്യുന്നു എന്നത് വേറെ വിഷയമാണ്. ആ പണിക്കാരും പോകരുത്, അത് ഹറാമായ മുതലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുവദിച്ചു തന്നിട്ടില്ലാത്ത സമ്പത്താണ്. പക്ഷേ സ്ത്രീധനം എന്ന് പറയുമ്പോൾ എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പെണ്ണിന്റെ മുതൽ എന്നുള്ളതല്ല. വിവാഹത്തിന്റെ മുമ്പ് ഒരു പ്രത്യേകമായ ഡിമാൻഡായി പറഞ്ഞുകൊണ്ട് ഒരു വിവാഹത്തിന് ഞാൻ നിങ്ങളുടെ മകളെ വിവാഹം കഴിക്കണമെന്നുണ്ടെങ്കിൽ അത് വാചികമായി പറയണമെന്നില്ല, നിശ്ചയിക്കാൻ വേണ്ടി പോകുന്ന ആൾക്കാർ പറഞ്ഞാലും മതി. വിവാഹത്തിന്റെ ഒരു ഡിമാൻഡായിട്ട് വാങ്ങുന്നതെന്തും സ്ത്രീധനമാണ്. ആ സ്ത്രീധനം വാങ്ങാൻ പാടില്ല എന്ന് ഇപ്പൊ ഏതാണ്ട് എല്ലാവർക്കും അറിയാം. അതൊരു വളരെ മോശപ്പെട്ട പരിപാടിയാണ്. അതേപോലെ തന്നെ വിവാഹത്തോടനുബന്ധിച്ച് എന്തെല്ലാം ധൂർത്തുകൾ നടക്കുന്നു, വിശദീകരിച്ചാൽ തീരാത്തത്ര ഒരുപാട് ധൂർത്തുകൾ ഇന്ന് വിവാഹരംഗത്ത് നടക്കുന്നില്ലേ? പെണ്ണുകാണൽ ചടങ്ങ് തുടങ്ങി, അവിടുന്ന് അങ്ങോട്ട് ഓരോ വിഷയത്തിലും ഹറാമിന്റെ ഒരു പരമ്പരയല്ലേ ഇന്ന് മുസ്ലിമീങ്ങളുടെ തന്നെ വിവാഹത്തിന്റെ വേളകളിൽ നടക്കുന്നത്.
പെണ്ണ് കാണാൻ പോകുന്നത് പോലും ഒരു കൂട്ടം സംഘം ആളുകളാണ്. എന്താ ഈ പെണ്ണിനെ എല്ലാവരും കൂടി കെട്ടാൻ പോകുക? കാണാൻ പോണത് ഒരു ടീമാണ്. എന്നിട്ട് ഈ ഒരുപാട് ആളുകൾ ഇങ്ങനെ നിരന്ന് കസേരയിൽ ഇരിക്കുമ്പോ അതിലേക്ക് ഈ പെണ്ണിങ്ങനെ ഇറങ്ങി വരണം. എന്നിട്ട് എല്ലാവരും ഈ പെണ്ണിനെങ്ങനെ കാണണം. എന്നിട്ട് പുതിയാപ്പിളയാകാൻ പോണോ ചോദിക്കുക എങ്ങനെയുണ്ട് അങ്ങനെ അഭിപ്രായം ചോദിച്ചിട്ടാ പെണ്ണ് കാണാൻ വരുന്നത്. എന്റെ പ്രിയപ്പെട്ട ഈ ശബ്ദം ശ്രവിക്കുന്ന ശ്രോതാക്കളോട് അപേക്ഷിക്കട്ടെ, നിങ്ങളുടെ മകളെയോ പെങ്ങളെയോ നിങ്ങൾ വിവാഹം കഴിക്കുന്ന അവസരത്തിൽ ആരാണ് വിവാഹിതനാവാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ വ്യക്തിക്കല്ലാതെ നിങ്ങളുടെ മകളെയോ പെങ്ങളെയോ കാണിച്ചു കൊടുക്കല്ല കേട്ടോ. ആ വ്യക്തിയുടെ മുമ്പിലേക്കല്ലാതെ നിങ്ങളെ പെണ്ണിനെ ഇറക്കി വിടരുത്. ഈ പെൺകുട്ടിയെ നിങ്ങൾ ഈ തോന്യാസികളായ ആളുകൾ ഇങ്ങനെ സംഘമായി വന്നിട്ട് കാണാനിരിക്കുമ്പോ ഫാഷൻ പരേഡിന് ഇറക്കി വിടുമ്പോലെ നമ്മുടെ പെങ്ങളെ ഇറക്കി വിടരുത് കേട്ടോ. ഇത് ദീനിന്റെ നിയമമാണ്. പെണ്ണ് കെട്ടാൻ ഉദ്ദേശിക്കുന്നവൻ ആ പെണ്ണിനെ അവന് കാണാൻ അനുവാദമുണ്ടെന്നതല്ലാതെ എല്ലാ ചങ്ങാതിമാരെയും കാണിച്ചു കൊടുത്തിട്ട് അഭിപ്രായം ചോദിക്കുന്ന പരിപാടി ഇസ്ലാമികമല്ലെന്ന് കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. പിന്നെ അവിടെ മുതൽ തുടങ്ങിയാണ് ആചാരങ്ങൾ. കല്യാണം നാളെ നടക്കുകയാണെങ്കിൽ ഇന്ന് തലേന്ന് ഇവിടെ മൈലാഞ്ചിയാണ്. മൈലാഞ്ചി കല്യാണം നടക്കുമ്പോ എന്താ ബഹുഭൂരിപക്ഷം പല ആളുകളും ഇപ്പൊ പല ജില്ലകളിലേക്കും വ്യാപിക്കുകയാണ്. തട്ടും മുട്ടും പാട്ടും കൂത്തും ഡാൻസും ഒക്കെ ആയിട്ട്, നാടകവും ഗാനമേളകളും ഒക്കെ ആയിട്ട് അല്ലാഹു നിഷിദ്ധമാക്കിയ സംഗതികളല്ലേ. നമ്മുടെ പ്രിയപ്പെട്ട പെങ്ങളെ ഇറക്കിവിടുന്ന നേരത്ത്, നമ്മുടെ പുന്നാരമകളെ ഇറക്കിവിടുന്ന നേരത്ത് ഏതൊരു പെണ്ണും കൊതിക്കുന്ന ഒരു സുന്ദരമായ ദിവസമല്ലേ. ഒരു ഭർത്താവിന്റെ കൂടെ കഴിയാനുള്ള മോഹം വെച്ചുകൊണ്ട് എത്രയോ പെണ്ണുങ്ങൾ ഈ ലോകത്ത് സഹോദരിമാരില്ലേ. അങ്ങനെ ഒരവസരം കിട്ടുന്ന അല്ലാഹു തന്ന നിഅമത്തിന്റെ ദിവസം പടച്ചവന് വെറുപ്പുള്ള ശൈത്താനെ സന്തോഷിപ്പിക്കുന്ന സംഗീതങ്ങൾ എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട്, എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട്, ഉമ്മപെങ്ങന്മാരോട് ഓർമ്മപ്പെടുത്തുന്നു. ഈ സംഗീതം കേൾക്കുന്ന പരിപാടി നമ്മൾക്ക് വേണ്ട. ഈ സംഗീതം കേൾക്കുന്ന പരിപാടി നമ്മൾക്ക് വേണ്ട. ഗാനമേള നമ്മൾക്ക് വേണ്ട. പാട്ട് അനുവദനീയമാണ്, പക്ഷേ ഇസ്ലാമിക ആശയമുള്ള പാട്ടായിരിക്കണം. അതിന് താളമേളങ്ങളുടെ കൊഴുപ്പ് പാടില്ല, ഹറാം തന്നെ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടില്ലേ, അവസാന കാലഘട്ടത്തിൽ ഒരു കൂട്ടം ആളുകൾ വരും. എന്താ അവര്? യസ്തഹില്ലൂനൽ ഹിറ വൽ ഹരീറ വൽ ഖംറ വൽ മആസിഫ. സ്വഹീഹുൽ ബുഖാരി രേഖപ്പെടുത്തിയ ഹദീസല്ലേ. കള്ള് അനുവദനീയമാക്കുന്നൊരു കാലഘട്ടം വരും. പട്ടുവസ്ത്രം പുരുഷന് അനുവദനീയമാക്കുന്നൊരു കാലഘട്ടം വരും. അതുപോലെ തന്നെ വ്യഭിചാരവൃത്തിക്ക് മറ്റു പേരുകളിട്ടുകൊണ്ട് അവിഹിത ബന്ധത്തിന് ലൈസൻസ് നൽകുന്ന ആളുകൾ വരും എന്ന് റസൂലുള്ള പറയുന്നു. അക്കൂട്ടത്തിൽ നമ്മുടെ ഹബീബായ നമ്മുടെ നന്മ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് നമ്മൾ നരകത്തിലേക്ക് പോയി ചാടരുതെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച അസീസുൻ അലൈഹി മാനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. നിങ്ങൾ വിഷമിക്കുന്നത് ആ റസൂലുള്ളാഹിക്ക് വല്ലാത്ത വിഷമമാണ്. നിങ്ങൾ സങ്കടപ്പെടുന്നത് റസൂലുള്ളാഹിക്ക് വിഷമമാണ്. നിങ്ങളുടെ ഓരോ കാര്യത്തിലും അക്കാലഘട്ടത്തിൽ വളരെ ശ്രദ്ധയോടുകൂടി ജീവിച്ച പുന്നാര റസൂല് നമ്മളോട് പറഞ്ഞില്ലേ, ദുന്യാവിലെ ഒരു തീ വരെ നമ്മളെ സ്പർശിക്കാതിരിക്കാൻ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഉപ്പമാരെ ഉമ്മമാരെ വിളക്ക് കൊളുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ ആ വിളക്ക് കെടുത്താതെ കണ്ട് നിങ്ങൾ ഉറങ്ങാൻ കിടക്കരുതേ. എലിയെപ്പോലെയുള്ള ക്ഷുദ്രജീവികൾ വന്നിട്ട് ആ എണ്ണത്തിരി കൊണ്ടുപോയി നിങ്ങളുടെ വീട്ടിന്റെ മട്ടുപ്പാവിൽ വെച്ച് തീപിടുത്തം വരാൻ സാധ്യതയുണ്ട് എന്ന രൂപത്തിലുള്ള വിശദീകരണങ്ങൾ ആ ഹദീസിൽ നമുക്ക് കാണാമല്ലോ. ദുന്യാവിലെ ഒരു തീ നമ്മൾ സ്പർശിക്കുന്നതിൽ വരെ വിഷമമുള്ള റസൂലുള്ളാഹ് നമ്മളോട് പറയുന്നു, ആഖിറത്തിലെ തീയിലേക്ക് ചാടാതിരിക്കാൻ മുന്നറിയിപ്പ് തരികയാണ്. കള്ളും പട്ടുവസ്ത്രവും അതുപോലെ തന്നെ വേശ്യാവൃത്തിയും വ്യഭിചാരവുമൊക്കെ അനുവദനീയമാണെന്ന് പറയുന്ന ഒരു കാലം വരും. അതേ കൂട്ടത്തിൽ മുത്ത് മുസ്തഫ എണ്ണുന്നു, വൽ മആസിഫ, വാദ്യോപകരണങ്ങളും. അതിൽ ഹാർമോണിയം പെട്ടുകഴിഞ്ഞു, ചെണ്ട പെട്ടുകഴിഞ്ഞു, മദ്ദളം പെട്ടുകഴിഞ്ഞു, തബല പെട്ട് കഴിഞ്ഞു, ഗിത്താറ് പെട്ട് കഴിഞ്ഞു. എല്ലാ സംഗീതോപകരണങ്ങളെയും അല്ലാഹുവിന്റെ റസൂല് വിലക്കിയിരിക്കുകയാണ്. സംശയിക്കേണ്ട പെങ്ങളെ, സംശയിക്കേണ്ട ഉപ്പമാരെ, എന്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠാനുജന്മാരെ, ഉറങ്ങുന്ന സമയത്ത് വരെ നമ്മുടെയൊക്കെ മക്കൾ ഈ പാട്ടും കൂത്തും തട്ടും മേളവും കേട്ടാസ്വദിച്ചിട്ടല്ലേ ഉറങ്ങാൻ കിടക്കുന്നത്? അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ഇസ്ലാമിന്റെ സംസ്കാരമാണോ നിന്റെ വീട്ടിൽ നിന്നത് പറിച്ചു
വലിച്ചെറിഞ്ഞോ, ആ സംഗീതം ശൈത്താന് സന്തോഷമുള്ള ശബ്ദം മുസ്ലിമേ നിന്റെ വീട്ടിൽ നിന്ന് ഒഴിവാക്കിക്കോളൂ. അല്ലാഹുവിന്റെ റസൂലിനോട് ബഹുമാനമില്ലേ? റസൂലുള്ളാഹിനോട് മഹബ്ബത്തില്ലേ? ഉണ്ടെങ്കിൽ അത് തെളിയിക്കണം. നമ്മുടെ വീട്ടിൽ ഇനി സിനിമാ ഗാനങ്ങൾ കേൾക്കരുത്, നമ്മുടെ വീട്ടിൽ ഇനി സീരിയലുകൾ ഓടരുത്, നമ്മുടെ വീട്ടുകളിൽ സിനിമ പ്രദർശിപ്പിക്കരുത്, നമ്മുടെ മക്കളത് കാണരുത്, നമ്മുടെ കണ്ണുകൊണ്ട് കാണരുത്, കാതുകൊണ്ട് കേൾക്കരുത്. അള്ള തന്ന ഈ കണ്ണല്ലേ, അള്ള തന്നതല്ലേ ഈ സംസാരിക്കാനുള്ള നാവ്. അലം നജ്അൽ ലഹു ഐനൈൻ വലിസാനം വശഫതൈൻ, അവന് നാം 2 കണ്ണുകൾ നൽകിയിട്ടില്ലേ? അത് ഹറാം കാണാൻ തന്ന കണ്ണല്ല, വാക്കുകൾ പറയാൻ വേണ്ടി അവന് നാക്ക് കൊടുത്തിട്ടില്ലേ? ആ നാക്ക് ഉപയോഗപ്പെടുത്തണമെങ്കിൽ മേൽചുണ്ടും കീഴ്ചുണ്ടും അടങ്ങുന്ന ശഫതൈനും കൊടുത്തിട്ടില്ലേ? നല്ലത് പറഞ്ഞോ ഉമ്മമാരെ, നല്ലത് കേട്ടോളൂ സഹോദരിമാരെ, സഹോദരങ്ങളെ. നമ്മുടെ വണ്ടിയിലും വേണ്ട, നമ്മുടെ ഫ്ളാറ്റിലും വേണ്ട, നമ്മുടെ റൂമിലും വേണ്ട, ഇബ്ലീസിന് മാത്രം സന്തോഷമുള്ള ഒരൊറ്റ ഗാനവും താളമേളങ്ങളും നിങ്ങൾ വെക്കണ്ട. പ്രത്യേകിച്ച് നമ്മുടെ വീടുകളിൽ നിന്നതിനെ ശുദ്ധമാക്കിക്കോ. അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലായിക്കത്തുകൾ നിങ്ങളുടെ വീട്ടിലേക്ക് വരണോ? നിങ്ങൾ ഈ ദുസ്വഭാവങ്ങൾ മാറ്റിവെച്ചോളൂ. വീടുകളിൽ നിന്ന് അത്തരത്തിലുള്ള സർവ്വ സംസ്കാരങ്ങളെയും പിഴുതെറിഞ്ഞിട്ട് ആ സ്ഥാനത്ത് നിങ്ങൾ ഖുർആൻ ഓതിക്കോ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടില്ലേ, നിങ്ങളുടെ വീടുകൾ നിങ്ങൾ മക്ബറകളെ പോലെയാക്കരുത് കേട്ടോ. മക്ബറകളിൽ നിസ്കാരം നടക്കില്ല. മക്ബറകളിൽ മുസ്ലിമീങ്ങളുടെ മക്ബറകളിൽ അവിടെ നിസ്കാരമില്ല. മുസ്ലിമീങ്ങളുടെ ഖബർസ്ഥാനിൽ ഓത്തിന്റെ പരിപാടിയുമില്ല. അതുകൊണ്ട് അതുപോലെ നിങ്ങളുടെ വീടാക്കാതെ നിങ്ങളുടെ വീടുകൾ ലാ തജഅലൂ ബുയൂതകും, നിങ്ങളുടെ വീടുകളെ നിങ്ങൾ മഖ്ബറകളെ പോലെ ആക്കരുത്. ഖുർആൻ ഓതണം. പ്രത്യേകിച്ച് വീടുകളിൽ വെച്ച് ഓതാൻ വേണ്ടി അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ? സൂറത്തുൽ ബഖറ സ്ഥിരമായി നിങ്ങൾക്ക് കഴിയാവുന്നത്ര ആയത്തുകൾ സ്ഥിരമായി നിങ്ങളുടെ വീട്ടിൽ വെച്ച് ഓതിക്കോ. അത് ടിവിയെ ഏൽപ്പിക്കേണ്ടതല്ല, വിസിആറിനെ ഏൽപ്പിക്കേണ്ടതല്ല, റേഡിയോയെ ഏൽപ്പിക്കേണ്ടതല്ല. അള്ള തന്ന നാവ് കൊണ്ട്, പച്ചയായ ഈ നാവ് കൊണ്ട് റബ്ബിന് സന്തോഷമുള്ള നിലക്ക് അൽ ബഖറ സൂറത്ത് നിന്റെ വീട്ടിൽ വെച്ച് പാരായണം ചെയ്തോളൂ. കാരണം സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്ന വീട്ടിൽ നിന്ന് ശൈത്താൻ വിരണ്ടോടിപ്പോകുമെന്ന് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി നമ്മളോട് കൃത്യമായി പഠിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഒരവസരത്തിലും ഈ പാട്ടും മേളവും സംഗീതവും വേണ്ട, അത് കല്യാണത്തിന്റെ മജ്‌ലിസിലും വേണ്ട. അള്ള തന്ന നിഅമത്തിന് ശുക്ർ പറയേണ്ട ദിവസം ശൈത്താനെ സന്തോഷിപ്പിക്കുന്ന താളവേളങ്ങളും ശൈത്താനെ സന്തോഷിപ്പിക്കുന്ന നിലക്ക് സ്ത്രീകളുടെ വരെ ക്യാമറയിൽ പകർത്തിക്കൊണ്ട് ഗൾഫ് രാജ്യങ്ങളിലേക്ക് ആളുകൾക്ക് റൂമിലിട്ട് രസിക്കാൻ. പെങ്ങളെ, നിന്റെ ഭർത്താവ് മാത്രം കാണേണ്ടതില്ല നിന്റെ ശരീരം. അതാ ഗൾഫ് നാടുകളിലെ ഫ്ളാറ്റുകളിൽ വെച്ച് പലരും കണ്ടാസ്വദിക്കുന്നില്ലേ? അത് അനുവദിക്കപ്പെട്ടതാണോ പെങ്ങളെ? നാളെ ഖബറിൽ കിടക്കേണ്ടതല്ലേ? നിന്റെ മേനി ക്യാമറയിൽ പകർത്താൻ ഒരിക്കലും സമ്മതിക്കരുത്. അതൊക്കെയാ നടക്കുന്നത്. അതിന്റെ കൂട്ടത്തിൽ തന്നെ സ്ത്രീധനവും നടക്കുന്നു. ഹറാമായ മുതലല്ലേ, അത് വാങ്ങാൻ പാടുള്ളതല്ല. അതേ അവസരത്തിൽ ചില മുസ്ലിയാക്കന്മാര് പറയുന്നു, എന്ത്, സ്ത്രീധനം വാങ്ങുന്നത് വലിയ തെറ്റൊന്നുമല്ല, നിരുത്സാഹപ്പെടുത്തണം എന്നൊക്കെ ഒഴുക്കൻ മട്ടിൽ പറഞ്ഞിട്ട് ആറ്റിങ്ങൽ മുഖാമുഖത്തിൽ നമ്മുടെ പേരോട് സഖാഫി, പേരോട് അബ്ദുറഹ്മാൻ മുസ്ലിയാർ അവിടെ വെച്ച് മുഖാമുഖം നടത്തുമ്പോ അവിടെ ഒരാളൊരു ചോദ്യം ചോദിക്കുന്നു, എന്ത്, സ്ത്രീധനമാണ് വിഷയം. ശരിക്കും മനസ്സിലാക്കണം നിങ്ങൾ, സ്ത്രീധനമാണ് വിഷയം. ചർച്ച നിങ്ങൾ ശരിക്കും പഠിച്ചു വെച്ചോ. സ്ത്രീധനത്തെ സംബന്ധിച്ച് ഒരാളിങ്ങനെ ചോദിക്കണം. അപ്പൊ ആ പാവം നമ്മൾക്ക് മനസ്സിലാകുന്നത്, അത് കാണുമ്പോ ആ ചോദിക്കുന്ന ചോദ്യകർത്താവ് സ്ത്രീധനം വാങ്ങാതെ കല്യാണം കഴിച്ചൊരു മാന്യനാണ്, അയാളാണ് ഈ ചോദിക്കുന്നത്. അപ്പൊ ആ സദസ്സിൽ വെച്ചിട്ട് തന്നെ അയാളെ കളിയാക്കുന്നുണ്ട്. അയാൾ സ്ത്രീധനം വാങ്ങിയതിന്റെ പേരിൽ ആ പാവത്തെ വാങ്ങാതെ വിവാഹം കഴിച്ചത് ഒരു മോശത്തരമായി എന്ന നിലക്ക് അയാളെ പരിഹസിക്കുന്ന രംഗമൊക്കെ ആറ്റിങ്ങൽ മുഖാമുഖത്തിൽ നിങ്ങൾ കാണാൻ സാധിക്കും. അതായത് ഞാൻ മർമ്മപ്രധാനമായ ചോദ്യമാണ്. അതായത് ഇസ്ലാം
നിഷ്കർഷിക്കുന്ന മഹത്തായ മഹർ സമ്പ്രദായം ഇവിടെ ഉണ്ടായിരിക്കെ ഇസ്ലാമുമായി പുലബന്ധം പോലുമില്ലാത്ത ഈ സ്ത്രീധന സമ്പ്രദായത്തിൽ കൊട്ടിഘോഷിച്ചുകൊണ്ട് അതിന് ചില മുടന്ത ന്യായങ്ങൾ ഉന്നയിച്ച് അതിന് പഴുതു കണ്ടെത്താൻ ശ്രമിക്കുക മാത്രമല്ലേ, നേരെ മറിച്ച് പണ്ഡിതധർമ്മം ഒരു സമൂഹത്തിൽ ഇത്തരം അനാചാരങ്ങൾ ഉണ്ടാകുമ്പോൾ പണ്ഡിതന്മാർ അവരുടെ കടമ നിർവഹിക്കുകയല്ലേ ചെയ്യേണ്ടത്. ഒരു സമൂഹത്തിൽ പണ്ഡിതന്മാരും ഭരണകർത്താക്കളും നല്ലവരാകുമ്പോൾ അവരവരുടെ കടമ നിർവഹിക്കപ്പെടുമ്പോൾ ആ സമൂഹം ഉത്തമ സമൂഹമായി മാറുമെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചിട്ടില്ലേ? അതുകൊണ്ട് തന്നെ ഈ അനാചാരം നടക്കുമ്പോൾ അല്ലെങ്കിൽ മോശമായ അല്ലെങ്കിൽ മാന്യതയ്ക്ക് നിരക്കാത്ത ഈ സംഭവം നടക്കുമ്പോൾ അൽ ഫാത്തിഹ പറയുന്നതിന് പകരം ആദ്യമായി അല്ലെങ്കിൽ അത് നടന്നതിന് ശേഷം സുഹൃത്തെ ഇത്തരം പരിപാടി നിങ്ങൾ നിർത്തിവെക്കുക. ലക്ഷക്കണക്കിന് യുവതികൾ ഇവിടെ നിർധനരായ യുവതികൾ സ്ത്രീധനം കൊടുക്കാൻ കഴിവില്ലാത്തതിന്റെ പേരിൽ കഷ്ടപ്പെടുത്തുന്നത്. നിങ്ങൾ അതിന് പരിഹാരം കാണാൻ ശ്രമിക്കുക. വിശദീകരണം അദ്ദേഹം അച്ചാരം വാങ്ങാതെയും സ്ത്രീധനം വാങ്ങാതെയും കെട്ടി എന്നൊരു അബദ്ധം പറ്റിപ്പോയി. മറ്റുള്ളവരെ കൊണ്ടും ആ അബദ്ധം ചെയ്യിപ്പിക്കാൻ ഒരുപക്ഷെ ശ്രമിക്കാനായിരിക്കും ശ്രമിക്കുന്നത്. പണ്ടൊരാൾ മുട്ടയടിച്ചപ്പോ ഇതുപോലായിരുന്നു. ആരോ പറഞ്ഞ് അദ്ദേഹം മുട്ടയടിച്ചപ്പോഴാണ് അതിന്റെ അബദ്ധം മനസ്സിലായത്. പിന്നെ 10 പേരെ കൊണ്ടുകൂടി മുട്ടയടിപ്പിക്കാൻ ശ്രമിച്ചു. അദ്ദേഹം മുട്ടയടിപ്പിച്ച അദ്ദേഹത്തിന് സന്തോഷമായി. ഈ സ്ത്രീധനം ഇത്തരത്തിൽ ശറഈയായി വളരെ വിശദമായി ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് വ്യക്തമായി പറഞ്ഞ സ്ഥിതിക്ക് അച്ചാരമായിരുന്നാലും സ്ത്രീധനമായിരുന്നാലും പൊരുത്തപ്പെട്ട് കിട്ടുന്നത് ഹലാലെന്നാണ് വ്യക്തമായി മനസ്സിലാക്കി തന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് അതൊരു അനിസ്ലാമികമായിട്ടോ ഇസ്ലാമിനെ നിരക്കാത്ത ചടങ്ങായിട്ടോ പരിചയപ്പെടുത്തുന്നതോ പ്രചരിപ്പിക്കുന്നതോ ശരിയല്ല എന്ന് വേണം പൊതുജനം മനസ്സിലാക്കാൻ എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. അപ്പൊ അവിടെ മൂപ്പരോട് ചോദിച്ചു, ഇങ്ങനെ ഈ സ്ത്രീധനം വാങ്ങുന്നത് അത് ഹറാമല്ലേ എന്ന നിലക്ക് ചോദ്യം ചോദിച്ചപ്പോ ഈ പേരോട് മുസ്ലിയാർ അവിടെ വെച്ച് പറഞ്ഞു, എന്ത് സ്ത്രീധനം അങ്ങനെ ഹറാമാണെന്നും പറഞ്ഞൂടാ. എന്നിട്ട് അതിനങ്ങനെ ന്യായീകരിച്ചു. ഏതാ വിഷയം നോക്കണം കേട്ടോ. സ്ത്രീധനം ഏത്? വിവാഹത്തിന്റെ മുമ്പ് പെൺവീട്ടുകാരിൽ നിന്ന് പുരുഷൻ വസൂലാക്കുന്ന ധനം, അല്ലാതെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു സ്ത്രീ കൊടുക്കുന്ന ധനമല്ല. എന്റെ ഭാര്യ എനിക്ക് തരുന്ന ധനമല്ല, നിങ്ങളുടെ ഭാര്യ നിങ്ങൾക്ക് തരുന്ന ധനമല്ല വിഷയം. അവിടുത്തെ വിഷയം എന്താണ്? വിവാഹത്തിന്റെ മുമ്പേ ഒരു ഡിമാൻഡ് എന്ന നിലക്ക് സ്ത്രീധനം പറഞ്ഞു വാങ്ങുന്നതിന്റെ വിധിയെക്കുറിച്ചാ ചോദ്യം. അപ്പൊ മൊത്തത്തിൽ നിരുത്സാഹപ്പോ ഒരു മാന്യതയുള്ള ഏർപ്പാടല്ല എന്നൊക്കെ ഒഴുക്കം മട്ടിയിൽ പറഞ്ഞിട്ട് മൂപ്പര് അവസാനം പറഞ്ഞു, എന്ത്? എന്നാൽ അള്ളാഹു അവന്റെ ഖുർആനിൽ ഹറാമാക്കാത്തൊരു സംഗതി നമ്മൾ ഹറാമാക്കാനും പോകണ്ട. എന്നിട്ട് മൂപ്പര് ഫൈൻ തിബിനലക്കും, ആ പെണ്ണുങ്ങളുടെ ഭാഗത്തുനിന്ന് പൊരുത്തപ്പെട്ട് തന്നാൽ നമുക്ക് തിന്നുന്നതിന് വിരോധമില്ല എന്ന് അള്ള പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഫൈൻ തിബിനലക്കും എന്ന് പറഞ്ഞിട്ട് വൈൻ തിബിനലക്കും എന്ന് പറഞ്ഞിട്ട് മൂപ്പരെന്ത് ചെയ്തു? ആയത്തിന്റെ ഒരു ഭാഗം പറഞ്ഞിട്ട് സദസ്സിലേക്ക് തിരിഞ്ഞിട്ട് ചോദിച്ചു, അങ്ങനെയല്ലേ? അപ്പൊ കേട്ട മുഹരിയാർ ഒന്നും പറഞ്ഞിട്ടില്ല. കേൾക്കുമ്പോൾ മനസ്സിലാവും, ഒന്നും പറഞ്ഞിട്ടില്ല. മൂപ്പർക്ക് ഒന്നുകിൽ അത് മനസ്സിലായിട്ടില്ല, അല്ലെങ്കിൽ ആ അങ്ങനെ തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. എന്നിട്ട് മൂപ്പര് പറയണ ഫകുലൂഹു ഹനിയം മരിയ, സന്തോഷത്തോടുകൂടി പെണ്ണിന്റെ ഭാഗത്ത് നിന്ന് വല്ലതും തന്നാൽ, നിങ്ങൾ പൊരുത്തപ്പെട്ട് തന്നാൽ നിങ്ങൾ തിന്നോളാൻ അള്ളാഹു ഖുർആനിൽ പറയുമ്പോ അതിന് പാടില്ല എന്ന് പറയണമെങ്കിൽ ക്രിസ്ത്യാനികളുടെ പാതിരിമാർക്കേ അതിന് കഴിയൂ എന്നും പറഞ്ഞിട്ട് മൂപ്പര് ഒരായത്തോതി. അങ്ങനെ ആ ഫൈൻ തിബനുലക്കും എന്ന് പറയുന്ന ആയത്തോതി വിശദീകരിക്കുമ്പോ നമ്മൾ അവിടെ പറഞ്ഞു, ആ ആയത്തിന്റെ പൂർണ്ണരൂപം അങ്ങനെയല്ല. നമ്മൾ മൂപ്പരോട് പറഞ്ഞു, നിങ്ങൾ ഓതിയ ആയത്ത് തെറ്റാണ് എന്ന് പറഞ്ഞു. എന്താണ് തെറ്റാണെന്ന് പറയാൻ കാരണം? ആ ആശയം വളരെ കൃത്യമായി അതിൽ വിശദീകരിക്കുകയാണ്. എന്താണ് അതിൽ വിശദീകരിക്കുന്നത്? നിങ്ങൾ ഓതിയ ആയത്തിൽ ഞാൻ പറഞ്ഞ വിഷയം നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം, എന്നാലേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. നിങ്ങൾ ഇത് തീരുവോളം ശ്രദ്ധിച്ചു കേൾക്കണം. കാരണം ഈ വിഷയം പറഞ്ഞു തുടങ്ങിയാൽ അതിന്റെ ഇടയ്ക്ക് നിങ്ങൾ ശ്രദ്ധ പോകരുത്. ശരിക്കും പഠിച്ചു വെച്ചോ. ഞാൻ എന്താ ചോദിച്ചത്? ഇയാൾ സ്ത്രീധനം വാങ്ങാൻ തെളിവായിട്ടാണ് ആയത്തോരുന്നത്. അതിൽ ആർക്കും തർക്കം വേണ്ട. സ്ത്രീധനം വാങ്ങാൻ തെളിവായിട്ടാണ് മൂപ്പരായത്തോരുന്നത്. എന്നാൽ പിന്നീട് മൂപ്പരിപ്പോ അട്ടിമറിച്ചിരിക്കുകയാണ് കഴിഞ്ഞ പ്രസംഗത്തിൽ. എന്താ? ഭാര്യയുടെ ഭാഗത്ത് നിന്ന് ഭർത്താവിന് വല്ലതും കിട്ടിയാൽ തിന്നാൻ പറ്റുമോ എന്ന വിഷയമാക്കി അട്ടിമറിച്ചു. എന്റെ ചോദ്യം അതേ അല്ല, ഞാനത് ചോദിച്ചിട്ടുമില്ല. കല്യാണം കഴിഞ്ഞിട്ട് നമ്മളെ ഭാര്യ നമുക്ക് എന്തെങ്കിലും ഒന്ന് തന്നാൽ അത് സ്വീകരിക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ള കാര്യത്തിൽ ഇവിടെ ഞാൻ തർക്കിക്കുവോ? അതിന് ആർക്കെങ്കിലും തർക്കണ്ടോ? വിഷയം തന്നെ അതല്ല. എന്താണ്? സ്ത്രീധനം വാങ്ങുന്നതിനാണ് മൂപ്പരായത്തോതിയത്. ആ ആയത്തോതിയപ്പോ
ആ ആയത്ത് ഓതിയപ്പോ അതിന്റെ ആദ്യ ഭാഗം ഒഴിവാക്കിയിട്ട് മൂപ്പര് ഓതിയത് എന്താണ്? ഫൈൻ തിബ്ന ലക്കും മിൻ ഷൈഇൻ ഓതി. എന്നിട്ട് അടുത്തുള്ള ആളോട് ചോദിച്ചു ഞാൻ തന്നെ മിൻ ഷൈഇൻ അനുശയിച്ചു. അപ്പൊ മൂപ്പരൊന്നും മിണ്ടിയില്ല. മൂപ്പര് പിന്നെ ഫകുലൂഹു ഹനിയം മരിയാ എന്നങ്ങ് ഓതി. ഞാൻ മൂപ്പരോട് പറഞ്ഞു, ഈ സ്ത്രീധനത്തിന്റെ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ഒരായത്ത് പരിശുദ്ധ ഖുർആനിൽ എങ്ങനെ ഫൈൻ തിബ്ന ലക്കും എന്ന് നിങ്ങൾ ഓതിയ രൂപത്തിൽ ഞാൻ പ്രത്യേകം ചോദിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരായത്ത് നിങ്ങൾക്ക് തെളിയിക്കാനേ സാധ്യല്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ശരിക്കും മനസ്സിലാക്കി വെച്ചോ. ഞാൻ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് ജീവിതത്തിൽ അങ്ങനെ തെളിയിക്കാനേ സാധ്യല്ല എന്ന് കൃത്യമായി ഞാൻ പറഞ്ഞിരുന്നു. അപ്പോ മൂപ്പരെന്താ പറഞ്ഞെന്നറിയോ? ഞാൻ അങ്ങനെ ഓതിയിട്ടേ ഇല്ലാന്നാ. നോക്കണം നിങ്ങൾ. ഫൈൻ തിബ്ന ലക്കും മിൻ ഷൈഇൻ നാം മൂപ്പരോതിയത്. ഞാൻ പറഞ്ഞു ഫൈൻ തിബ്ന ലക്കും അൻ ഷൈഇൻ മിൻഹു നഫ്സൻ ഫകുലൂഹു ഹനിയം മരിയാ. നിങ്ങൾ ഓതിയിട്ടില്ല. നിങ്ങൾ ഓതിയത് ഫൈൻ തിബ്ന ലക്കും മിൻ ഷൈഇൻ എന്നാണ്. ഫകുലൂഹു ഹനിയം മരിയാനാണ് നിങ്ങൾ ഓതിയത്. അപ്പൊ മൂപ്പരെന്നോട് പറയണം എന്തെന്നറിയോ? ഞാൻ അങ്ങനെ ജീവിതത്തിൽ ഓതിയിൽ നിങ്ങൾക്ക് തെളിയിക്കാനേ സാധ്യല്ലാന്നാ. കേട്ടോളൂ നിങ്ങൾ ആ ഭാഗം. ഫൈൻ തിബ്ന ലക്കും മിൻ ഷൈഇൻ ഫകുലൂഹു ഹനിയം മരിയാ എന്ന് പേരോട് ഓതിയെന്നാണ് മൗലവിയോട് പറഞ്ഞത്. അങ്ങനെ ഞാൻ ഓതിയെന്ന് മൗലവിയുടെ ജീവിതത്തിൽ തെളിയിക്കാൻ സാധ്യമല്ല. പച്ചക്കള്ളം പറഞ്ഞു. കേട്ടോ, പച്ചക്കള്ളം പറഞ്ഞതാന്നാ പറയണേ. ഞാൻ അങ്ങനെ ഓതിയിട്ടില്ല. എന്നാ കേട്ടോളൂ അദ്ദേഹം ഓതിയത്. ആറ്റിങ്ങൽ മുഖാമുഖത്തിൽ വെച്ച് മൂപ്പരങ്ങനെ ഓതിയത് കേട്ടോളൂ. ഞാൻ പറയുന്നതല്ലോ, കേട്ടോളൂ ആ ഭാഗം. നമ്മൾ മസ്കരി പറയണ്ട. ഖുർആനിൽ അല്ലാഹ് പറഞ്ഞാലും ഫഇൻ തിബ്ന ലക്കും, ആ സ്ത്രീകൾ നിങ്ങൾക്ക് നല്ല സന്തോഷത്തോടെ വല്ലതും തന്നാൽ, ഫഇൻ തിബ്ന ലക്കും മിൻ ഷൈഇൻ, വല്ലതും നിങ്ങൾക്ക് സന്തോഷത്തോടെ തന്നാൽ, ഫകുലൂഹു ഹനീഅൻ മരിആ, അത് സന്തോഷത്തോടെ വാങ്ങി നിങ്ങൾ കഴിച്ചോളൂ, ഉപയോഗിച്ചോളൂ. ഇത് ഖുർആനിൽ അല്ലാഹ് പറഞ്ഞതാണ്. ഖുർആനിൽ സന്തോഷത്തോടെ സ്ത്രീയുടെ ഭാഗത്ത് നിന്ന് വല്ലതും തന്നാൽ വാങ്ങിക്കോളൂ എന്ന് ഖുർആൻ പറയുമ്പോ അത് വാങ്ങൽ ഹറാമാണ് എന്നൊരു മസ്അല പറയണമെങ്കിൽ ക്രിസ്ത്യാനികളുടെ പാതിരിമാരെ പോലെ സ്വന്തം മതമുണ്ടാക്കാൻ അധികാരമുണ്ടെന്ന് വിശ്വസിക്കുന്ന പുരോഹിത മനസ്സിലായില്ലേ? അങ്ങനെ ഞാൻ അങ്ങനെ നിങ്ങൾ ഓതിയിട്ടുണ്ട്, അത് നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിക്കുമോ? എങ്കിൽ നിങ്ങളുടെ ചെരുപ്പെടുക്കാൻ നമ്മൾ സന്നദ്ധനാണ് എന്ന് പറഞ്ഞുകൊണ്ട് വെല്ലുവിളിച്ചപ്പോ ആ വെല്ലുവിളി കാണിച്ചിട്ട് ശരിക്കും മൂപ്പരെ എടുത്ത വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് എടുക്കടോ ചെരുപ്പ് എന്ന് പറയാണ്. അപ്പൊ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഞാൻ ചോദിച്ചത് എന്താണെന്നറിയോ? ഞാൻ ചോദിച്ചത് ഫൈൻ തിബ്ന എന്നൊരായത്തുണ്ടോ എന്ന് കാണിക്കാനല്ല. ശരിക്കും എന്റെ ശ്രോതാക്കൾ പഠിച്ചു വെച്ചോ. ഫൈൻ തിബ്ന ലക്കും എന്ന ഒരായത്തുണ്ടോ എന്നല്ല ഞാൻ ചോദിച്ചു. അത് ഞാൻ ചോദിക്കേണ്ടയില്ലല്ലോ. ഞാൻ ഓതിയതിൽ തന്നെ ഫൈൻ തിബ്ന ലക്കും എന്നില്ലേ? ഫൈൻ തിബ്ന ലക്കും എന്നൊരായത്തുണ്ടോ എന്ന് ഞാൻ ചോദിച്ചാൽ അതിന്റെ അർത്ഥം എന്താ? ഫൈൻ തിബ്ന ലക്കും എന്ന് പേരോട് നിങ്ങൾ ഓതിയ രൂപത്തിൽ എന്ന് പറഞ്ഞാൽ ഫൈൻ തിബ്ന ലക്കും മിൻ ഷൈഇൻ ഫകുലൂഹു ഹനിയം മരിയാന്ന് കാണിച്ചു തരാൻ പറ്റുമെന്നാ എന്റെ ചോദ്യം. അപ്പൊ മൂപ്പര് സ്ക്രീനിൽ ഇങ്ങനെ കാണിച്ചിട്ട് ഫൈൻ തിബ്ന ലക്കും അവിടെ അങ്ങോട്ട് ക്ലിപ്പിട്ടിട്ട് വെല്ലുവിളിക്കണത് എടുക്കടോ ചെരുപ്പ്. കണ്ടോ ആ രംഗം? വെല്ലുവിളിക്കുന്നു പേരോടെ. ആറ്റിങ്കൽ മുഖാമുഖത്തിൽ നിങ്ങളിപ്പോ ഓതിയ ഫൈൻ തിബ്ന ലക്കും എന്ന് നിങ്ങൾ ഓതിയ രൂപത്തിൽ ഒരായത്ത് കാണിച്ചു തന്നാൽ പേരോടാ ഈ പ്രസംഗം ഇന്ന് നിർത്തും. ഇന്ന് നിർത്തിയേക്കും ഈ പരിപാടി. ഇവിടെ നിന്റെ ചെരുപ്പിടിച്ച് നടക്കും ഞങ്ങള്. പച്ചക്കള്ളം അല്ലാടെ പേരിൽ പറയേ. ആയത്ത് കണ്ടോളി. ഫൈൻ തിബ്ന ലക്കും, നോക്കോ. ഫൈൻ തിബ്ന ലക്കും, എടുക്കടോ ചെരുപ്പ്. എടുക്കാൻ പറ്റില്ല മുസ്ലിയാരെ. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞില്ല. ഞാൻ നിങ്ങളോട് എന്താ പറഞ്ഞത്? ഫൈൻ തിബ്ന ലക്കും എന്ന് കാണിക്കാനല്ല. നിങ്ങൾ ഫൈൻ തിബ്ന ലക്കും മിൻ ഷൈഇൻ ഫകുലൂഹു ഹനിയം മരിയാന ഓതിയത്. ഫൈൻ തിബ്ന ലക്കും അൻ ഷൈഇൻ മിൻഹു നഫ്സൻ, അവിടെയാണ് നമ്മുടെ പോയിന്റ്. ഫൈൻ തിബ്ന ലക്കും എന്ന് ഖുർആനിൽ കാണിച്ചു തരാൻ പറ്റുമോ എന്നല്ല. അതിന്റെ അപ്പുറത്തുള്ള ഭാഗം നിങ്ങൾ കട്ട് വായിച്ചിട്ടുണ്ട്. അൻ ഷൈഇൻ മിൻഹു നഫ്സൻ എന്ന ഭാഗം വായിച്ചിട്ടുണ്ട്. കണ്ടോ? രണ്ടും കൃത്യമായിട്ട് കണ്ടോളൂ. മൂപ്പര് മാർക്കിടുന്ന എവിടെയാണ്? ഫൈൻ തിബ്ന ലക്കും. അത് ഞാൻ തന്നെ ഓതിയില്ലേ? അത് ഞാൻ തന്നെ നിങ്ങൾ ഓതി കൽപ്പിച്ചില്ലേ? ഫൈൻ തിബ്ന ലക്കും എന്നല്ല വിഷയം. അൻ ഷൈഇൻ മിൻഹു നഫ്സൻ എന്നിടത്താണ് നമ്മുടെ പോയിന്റ്. അതിന് ഉത്തരം പറയാതെ ഫൈൻ തിബ്ന ലക്കും എന്ന് സ്ക്രീനിൽ കാണിച്ച് റൗണ്ട് ഇട്ടിട്ട് എടുക്കടോ ചെരുപ്പ് എന്ന് പറഞ്ഞാൽ ഞാനെങ്ങനെ എടുക്കുക? കാണിക്കണ്ടേ? നിങ്ങളെ ചോദ്യത്തിന് ഉത്തരം പറയണ്ടേ? അരി എത്ര എന്ന് ചോദിച്ചാൽ പയർ അഞ്ഞാഴി എന്ന് പറഞ്ഞാൽ മറുപടിയാവോ? ഞാൻ നിങ്ങളോട് ചോദിച്ചത് ഫൈൻ തിബ്ന ലക്കും എന്നതിനെ സംബന്ധിച്ച്
എന്താ എന്റെ വിഷയം? ഫൈൻ തിബിനലക്കും എന്ന് നിങ്ങൾ ഓതിയ രൂപത്തിലാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ കേട്ടോളൂ, ആ ക്ലിപ്പ് ഒന്നുകൂടെ കണ്ടോളൂ. നിങ്ങൾ ഓതിയ രൂപത്തിൽ എന്നാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. ശ്രദ്ധിച്ചോളൂ ആ ഭാഗം. എന്ന് നിങ്ങളോദിയ രൂപത്തിൽ, എന്ന് നിങ്ങളോദിയ രൂപത്തിൽ, എന്ന് നിങ്ങളോദിയ രൂപത്തിൽ. കേട്ടോ, ആ ഭാഗം പ്രത്യേകം എടുത്ത് കേൾപ്പിക്കുന്നതിനറിയോ? നിങ്ങൾ ഓദിയ രൂപത്തിൽ, അതാ പോയിന്റ്. അതല്ലാതെ ഫൈൻ തിബിനലക്കും എന്ന് കാണിച്ചു തരാനല്ല, അങ്ങനെ കാണിക്കേണ്ടതില്ലല്ലോ, ഞാൻ തന്നെ ഓതിയില്ലേ. അപ്പൊ ആ ആയത്തിൽ നിങ്ങൾ ഒരുപാട് തിരുമറി നടത്തിയിട്ടുണ്ട്. പിന്നെ സുഹൃത്തുക്കളെ, ഞാൻ ചോദിച്ചിരുന്നു, നിങ്ങൾ ഈ ആയത്ത് എന്തിനാ തെളിവോതിയത്? തെളിവോതിയത് സ്ത്രീധനം വാങ്ങാനാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിൽ പറയുന്നത്, തുടക്കത്തിൽ പറയുന്നത് തന്നെ ആ ഭാഗം മുഫർ ഓതിയിട്ടുമില്ല. വആതുൻ നിസാഅ സദഖാതിഹിന്ന നിഹ്ലാ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നു, വആതുൻ നിസാഅ, ഓ പുരുഷന്മാരെ നിങ്ങൾ പെണ്ണുങ്ങൾക്ക് കൊടുക്കണം, സദഖാതിഹിന്ന നിഹ്ലാ, മനസ്സറിഞ്ഞ് തൃപ്തിപ്പെട്ടുകൊണ്ട് തന്നെ നിങ്ങൾ അവർക്ക് മഹറുകൾ നൽകണം എന്ന് പരിശുദ്ധ ഖുർആനിൽ പറയുന്നു. അതാ ഞാൻ ഇവിടെ വിഷയാക്കിയത്. പെണ്ണുങ്ങൾക്ക് മഹർ അങ്ങോട്ട് കൊടുക്കണം എന്നുള്ള ആയത്ത് ഓതിയില്ല, അങ്ങോട്ട് മഹർ കൊടുക്കണം എന്നുള്ള ആയത്ത് ഓതിയില്ല. അതിന്റെ ശേഷം ഓതി ഫൈൻ തിബിന എന്ന് പറഞ്ഞിട്ട് തെറ്റിച്ചോതി. എന്താ ഉദ്ദേശം? സ്ത്രീധനം വാങ്ങാനും. അപ്പൊ ഞാൻ ചോദിച്ചിരുന്നു പേരോടിനോട്, നിങ്ങൾ ഓതിയ ആ വിഷയത്തിലാണ് ആ ആയത്ത് അവതരിപ്പിച്ചിട്ടുള്ളത്, അഥവാ സ്ത്രീധനം വാങ്ങാം, വിവാഹത്തിന്റെ മുമ്പുള്ള സ്ത്രീധനം എന്ന നിലക്ക് നിങ്ങൾക്ക് വാങ്ങാം എന്ന വിഷയത്തിൽ, അതിനാണല്ലോ ഇവിടെ തെളിവോതിയത് ആറ്റിങ്ങലിൽ, നിങ്ങൾ കേട്ടില്ലേ? ആ വിഷയത്തിലാണ് ആ ആയത്ത് എന്ന് പേരോടെ നിങ്ങൾക്ക് തെളിയിക്കാനാകുമോ എന്ന് ഞാൻ ചോദിച്ചപ്പോ മൂപ്പര് പറ്റും 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 എന്നറിഞ്ഞ് തക്ബീർ ചൊല്ലിക്കാണ്. കേട്ടോളൂ, ആയത്തോദന വിഷയം തന്നെ തെറ്റ്. അവിടെ അള്ളാഹു അതല്ല ഉദ്ദേശിച്ചത്, പേരോടെ ആണെന്ന് തെളിയിക്കാൻ നിന്നെ കൊണ്ട് പറ്റുമോ? പറ്റും. പറ്റിയിട്ടില്ല. പറ്റിയിട്ടില്ല. കേട്ടില്ലേ? പറ്റും എന്നാണ് പറഞ്ഞാൽ മതിയോ? പറ്റിയിട്ടുണ്ടോ എന്നാ നിങ്ങൾ പറയും. ഞാൻ ചോദിച്ചതെന്തിനാണ്? ചോദിച്ചത് സ്ത്രീധനം വാങ്ങുന്ന വിഷയത്തിലല്ലേ നിങ്ങൾ ആറ്റിങ്ങലിൽ നിന്ന് ആയത്തോതിയത്? അല്ലേ? വിവാഹത്തിന്റെ ശേഷം നിങ്ങളുടെ ഭാര്യ എത്രയോ കാലശേഷമോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് നൽകുന്നതിനെ കുറിച്ചല്ലല്ലോ എന്റെ ചോദ്യം. വിവാഹത്തിന്റെ മുമ്പ് സ്ത്രീധനം വാങ്ങുന്നതിനെ കുറിച്ചല്ലേ ആറ്റിങ്ങൽ മുഖാമുഖത്തിൽ നിങ്ങളോട് ചോദ്യകർത്താവ് ചോദിച്ചത്? അതിനല്ലേ നിങ്ങൾ ഈ ആയത്ത് തെളിവോതിയത്? ആ വിഷയത്തിൽ ഇത് തെളിവാണോ എന്നാ ഞാൻ ചോദിച്ചത്. അതാണ് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റിയിട്ടുണ്ടോ? പറ്റും പറഞ്ഞ് തക്ബീർ വിളിപ്പിച്ചിട്ട് കാര്യമുണ്ടോ? പറ്റിയിട്ടില്ല. ആ വിഷയത്തിലല്ല ആ ആയത്ത് അല്ലാഹു ഇറക്കിയിട്ടുള്ളത്. ഇനി മൂപ്പര് എനിക്ക് പഠിപ്പിച്ചു തരാണ്, ആ വിഷയത്തിൽ ഈ ആയത്ത് പറ്റും എന്നതിന് തെളിവുദ്ധരിക്കുകയാണ് മൂപ്പര്. റാസിയിലത്തെ ഒരു ഉദ്ധരണി എടുത്ത് കാണിക്കുകയാണ്. കേട്ടോളൂ, റാസിയിലെ ഉദ്ധരണി എടുത്തിട്ട് എന്താ പറയുന്നത്? റാസിയിൽ അങ്ങനെ ഉണ്ടോ? ശ്രദ്ധിച്ചോളൂ. എന്താ റാസിയിൽ പറയുന്നത്? ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം സുഹൃത്തുക്കളെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറഞ്ഞതുകൊണ്ടുള്ള ഉദ്ദേശം അദ്ദേഹം റാസി എടുത്ത് വായിച്ചിട്ട് പറയാണ്, യഅലം അന്നഹു തആല ലമ്മാ അമറഹും ബിതാഇഹിന്ന സദഖാതിഹിന്ന അഖബഹു ബിദിക്രി ജവാസി ഖബൂലി ഇബ്റാഇഹാ വഹിബതിഹാ ലഹു. ഇതിങ്ങട്ട് സ്ക്രീനിൽ മൂപ്പര് കാണിച്ചിട്ട് നമ്മളോട് ചോദിക്കാണ്, ഇപ്പൊ ഞാൻ റാസിയിൽ നിന്ന് ഈ വായിച്ച ഇബാറത്തിൽ നിന്ന് ഞാൻ ഓതിയ വിഷയത്തിലാണ് ഈ ആയത്ത്, ഇത് തെളിഞ്ഞില്ലേനാ മൂപ്പര് ചോദിക്കുന്നത്. ഒരിക്കലും തെളിഞ്ഞിട്ടില്ല സുഹൃത്തുക്കളെ. ആ ആയത്തിന്റെ വിശദീകരണത്തിൽ റാസി പ്രത്യേകം പറയുന്നുണ്ട്, ഈ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ സ്ത്രീകൾക്ക് മഹർ നൽകുക എന്ന് പറഞ്ഞ ഉടനെ തന്നെ അഖബഹു ബിദിക്രി ജവാസി ഖബൂലി ബറാഇഹാ വഹിബതിഹാ ലഹു ലിഅല്ലാ യദുന്ന. അവിടെ പ്രത്യേകം മനസ്സിലാക്കിക്കോ, ലിഅല്ലാ യദുന്ന, ഒരു പുരുഷൻ ഊഹിക്കാതിരിക്കാൻ വേണ്ടി, വിചാരിക്കാതിരിക്കാൻ വേണ്ടി, അന്ന അലൈഹി ഈതാഅഹാ മഹ്റഹാ വഇൻ താബത് നഫ്സുഹാ ബിതർകിഹി. ഒരു പെണ്ണ് അവൾക്ക് നൽകാനുള്ള മഹർ ഒരു പുരുഷൻ ഇങ്ങോട്ട് തിരിച്ചു കൊടുത്താൽ തന്നെ, മഹർ നൽകുന്നതാണ് അവിടുത്തെ വിഷയം. ഒരു പെണ്ണ് അവൾക്ക് കിട്ടിയ മഹർ ഭർത്താവിന് തന്നെ തിരിച്ചു കൊടുത്താൽ അത് വാങ്ങുന്നതിന് വിരോധമില്ല എന്നാണ് ഈ ആയത്തിൽ പറയുന്നത്. കിട്ടിയാലും എനിക്കത് വാങ്ങാൻ പാടില്ല എന്ന് ഒരാളും തെറ്റിദ്ധരിക്കേണ്ടതില്ല. നമ്മൾ അങ്ങോട്ട് കൊടുത്തൊരു മഹറിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് ഒരു സ്ത്രീ പൊരുത്തപ്പെട്ട് നമ്മൾക്ക് തരികയാണെങ്കിൽ ഭർത്താക്കന്മാർക്ക് തിന്നുന്നതിന് വിരോധമില്ല, അത് സ്വീകരിക്കാം. ഇതേ റാസി പറഞ്ഞിട്ടുള്ളൂ. ആ റാസിയുടെ വായിച്ചതിന്റെ അടിയിൽ തന്നെ കാണാം,
ഇതുകൊണ്ടുള്ള ഉദ്ദേശം വിശദീകരിക്കുന്നത് കേട്ടോളൂ. മഅനല്ലായത്തി, അതിന്റെ അടിയിൽ തന്നെ മൂപ്പര് വായിച്ച അതേ റാസിയുടെ മൂപ്പര് വായിച്ച വരിയുടെ താഴെ നിങ്ങൾക്ക് കാണാം, ഫഇൻ വഹബ്ന ലക്കും, നിങ്ങൾക്ക് ഓശാരമായി നിങ്ങൾക്ക് ദാനമായി തന്നു കഴിഞ്ഞാൽ, ആ പെണ്ണുങ്ങൾ നിങ്ങൾക്ക് നൽകിയാൽ, ശൈഅം മിനസ് സദാഖി, നിങ്ങൾ കൊടുത്ത മഹറിൽ നിന്ന് വല്ലതും നിങ്ങൾക്ക് നൽകിയാൽ, എങ്ങനെ അൻ തീബത്തിൻ നഫ്സി, മനസ്സ് നല്ല ശുദ്ധമായ നിലക്ക്, അഥവാ മിൻ ഗൈരി അൻ യകൂന സബബു ഫീഹി ശകാസത്തു അഖ്ലാഖികും മഅഹുന്ന ഔ സൂഉ മുആശറതികും മഅഹുന്ന ഫകുലൂഹു വഅൻഫിഖൂ. ആശയം ഞാൻ പറയട്ടെ, മനസ്സറിഞ്ഞുകൊണ്ട് പൊരുത്തപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ ഭാര്യ നിങ്ങൾക്ക് നിങ്ങൾ കൊടുത്ത മഹറില്ലെന്ന് വല്ലതും തന്നാൽ നിങ്ങൾക്കത് സ്വീകരിച്ചോളൂ, നിങ്ങൾക്കത് അനുവദിക്കപ്പെട്ടതാണ് ഭർത്താക്കളെ എന്നാണ് ആയത്തിൽ പറയുന്നത്. ഇതാ സുഹൃത്തുക്കളെ വിഷയം. ഇസ്ലാമിലൊരു നിയമമുണ്ട്, ഒരാൾ പെണ്ണിന് മഹർ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഇങ്ങോട്ട് തിരിച്ചു വാങ്ങാൻ പാടില്ല. ഒരു കൂമ്പാരം മഹർ കൊടുത്തിട്ടുണ്ടെങ്കിലും പെണ്ണിന് കൊടുത്ത മഹർ തിരിച്ചു വാങ്ങാനേ പാടില്ല. എന്നാൽ ഒരു പെണ്ണ് പൊരുത്തപ്പെട്ട് ഒരു ഭർത്താവിന് അവൾക്ക് കിട്ടിയ മഹറിൽ നിന്ന് വല്ലതും കൊടുത്താലോ, വാങ്ങാമോ ഇല്ലേ? അതാ ഖുർആൻ പറയുന്നു, ഫൈൻ തിബ്ന ലക്കും അൻ ശൈഇൻ മിൻഹു നഫ്സാ ഫകുലൂഹു ഹനീഅൻ മരീആ. അതാ ഇവിടുത്തെ വിഷയം. ഈ വിഷയത്തെയാണ് പേരോട് അട്ടിമറിച്ചിട്ട് എന്തിന് തെളിവോടുന്നത്? സ്ത്രീധനം വാങ്ങാൻ. ഈ വിഷയത്തിലാണ് ഈ ആയത്ത് എന്ന് തെളിയിക്കാൻ പേരോടിനെ കൊണ്ട് സാധിച്ചിട്ടില്ല. ഒന്ന്. രണ്ടാമത്തെ വിഷയം എന്താണെന്നോ, മൂപ്പര് പറഞ്ഞിട്ടുള്ള ആയത്തിൽ തന്നെ അൻ ശൈഇൻ മിൻഹു നഫ്സൻ എന്നിടത്ത് മൂപ്പര് വായിച്ചത് തന്നെ അൻ എന്നത് മിൻ എന്നാണ് തുടങ്ങിയത് തന്നെ. മാത്രമല്ല കുറെ വാചകങ്ങൾ വിട്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. അൻ ശൈഇൻ മിൻഹു എന്നാണ് പരിശുദ്ധ ഖുർആനിൽ ഉള്ളത്. മൂപ്പര് മിൻ ശൈഇൻ എന്നാണ് വായിച്ചിട്ടുള്ളത്. അത് നിങ്ങൾ സ്ക്രീനിൽ നിന്ന് കൃത്യമായി മനസ്സിലാക്കിയിട്ടുമുണ്ട്. ഇനിയും സുഹൃത്തുക്കളെ, മൂപ്പര് വായിച്ചാതെ റാസിയുടെ അവസാന ഭാഗത്ത് തന്നെ മഹറിന്റെ കാര്യമാണ് പറയുന്നതെന്ന് കൃത്യമായി തന്നെ വിശദീകരിക്കുന്നുണ്ട്. ഖാലൽ മുഫസ്സിറൂന അൽ മഅന അന്നഹുന്ന, പെണ്ണുങ്ങൾ ഇദാ വഹബന മുഹൂറഹുന്ന, അവരുടെ മഹറുകൾ അവർ നൽകിയാൽ എന്ന് കൃത്യമായി തന്നെ വിശദീകരിച്ചിട്ട് പറയുന്നു. മിൻ അസ്വാജിഹിന്ന അൻ തീബത്തിൻ നഫ്സി ലം യകുന്ന ലൽ അസ്വാജി ഫീ ദാലിക തബഅത്തുൻ ലാ ഫിദ് ദുനിയാ വലാ ഫിൽ ആഖിറ, ഇഹത്തിലോ പരത്തിലോ ആ ഭർത്താക്കളുടെ പേരിൽ അത് സ്വീകരിക്കുന്നതിൽ ഒരു തെറ്റുമില്ല എന്നാണ് റാസിയിൽ മൂപ്പര് വായിച്ചതിന്റെ അടിയിൽ തന്നെ പറയുന്നത്. അപ്പൊ റാസിയൊക്കെ അങ്ങനെ സ്ക്രീനിൽ കാണിക്കുമ്പോ ആരെങ്കിലും തെറ്റിദ്ധരിച്ചാലോ എന്ത്, സലഫി ഇപ്പൊ നോണ പറഞ്ഞതാണ്. ഇവിടെ മൂപ്പര് വായിച്ച വിഷയത്തിൽ തന്നെയാ റാസി പറഞ്ഞത്. എന്നാ മൂപ്പര് തെളിയിക്കട്ടെ, വിവാഹത്തിന്റെ മുമ്പായിട്ട് സ്ത്രീധനം എന്ന് ഈ നാട്ടിലും ഏത് നാട്ടിലും ഏതിനാ പറയാ? അതിന് തെളിവായിട്ട് റാസി പറഞ്ഞിട്ടുണ്ടോ? ആ പണം വാങ്ങാൻ തെളിവായിട്ട് റാസി പറഞ്ഞിട്ടുണ്ടോ? റാസിയും പറഞ്ഞത് മഹറല്ലേ? അല്ലെങ്കിൽ അല്ല എന്ന് പറയട്ടെ. ഒരിക്കലും അത് നമുക്ക് കൃത്യമായി തന്നെ ആ വിഷയത്തിൽ അവർക്കത് തെളിയിക്കാൻ സാധ്യമല്ല. പിന്നെ മൂപ്പര് പറഞ്ഞു എന്തെന്നറിയോ, വൈൻ തിബിനിളക്കും എന്ന് ഞാൻ ഓതിയതുപോലെ തന്നെ മുറിച്ചിട്ട് മുഴുവൻ ഓതാതെ വൈൻ തിബിനലക്കും എന്ന് മാത്രം ശുറൈഹുൽ ഖാദിയുടെ മുമ്പിൽ ഓതിയിട്ടുണ്ട്. മനസ്സിലാക്കണം വിഷയം, ശ്രദ്ധ തെറ്റിപ്പോകരുത്. ശുറൈഹുൽ ഖാദി എന്ന് പറയുന്ന മഹാന്റെ മുമ്പിൽ പോയി ഒരാൾ വൈൻ തിബിനലക്കും എന്ന ആയത്ത് മാത്രം ഓതിയപ്പോ ശുറൈഹുൽ ഖാദി ഒരിക്കലും ആ ആയത്ത് ഓതാൻ പാടില്ല എന്ന് എതിർത്തിട്ടില്ല. ആർക്കാ തർക്കം? ആർക്കാ ബദല് തർക്കം? ഇയാൾ റൂഹുൽ മാനിയിൽ നിന്നാണ് തഫ്സീറിലേക്ക് ചാടിയത്. റൂഹുൽ മാനി എന്നുള്ള തഫ്സീറിലേക്ക് ചാടാൻ എന്താ കാരണം എന്നറിയോ? ഈ റൂഹുൽ മാനിയിൽ എന്താ പറയുന്നത്? ഫൈൻ തിബിനലക്കും എന്താ വിഷയം? അവിടെയും വിഷയം എന്താണെന്നറിയോ സുഹൃത്തുക്കളെ? ശരിക്കും ശ്രദ്ധിക്കാം. എന്താണ് അവിടുത്തെയും വിഷയം? ശുറൈഹ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ ഒരാള് അയാളുടെ ഭാര്യയെയും കൂട്ടി ചെന്നു എന്നാ തുടങ്ങണത് തന്നെ. അന്ന റജുലൻ അതാ മഅംറഅതിഹി ശുറൈഹൻ ഫീ അതിയത്തിൻ അഅതതുഹാ ഇയ്യാഹു വഹിയ തത്ലുബു അൻ തർജിഅ. ശുറൈഹുൽ ഖാദി റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലേക്ക് ഒരാൾ അയാളുടെ ഭാര്യയെയും കൂട്ടിപ്പോയി. എന്നിട്ട് എന്താ ഭാര്യയെക്കുറിച്ചുള്ള പരാതി? ഭാര്യയ്ക്ക് ഞാൻ കൊടുത്തിരുന്ന ഒരു ദാനം അവൾ തിരിച്ചു ചോദിക്കുന്നുണ്ട്. എന്താ അതിന്റെ വിധീനാ ചോദിക്കുന്നത്? അപ്പൊ ഖാദി പറഞ്ഞു എന്ത് ആണ് മടക്കി കൊടുത്തളാ, തിരിച്ചു ചോദിക്കുന്നുണ്ടെങ്കിൽ മടക്കി കൊടുത്തളാ. അപ്പൊ അദ്ദേഹം ഓതി, അല്ല അല്ലാഹു ഖുർആനിൽ പറഞ്ഞിട്ടില്ലേ ഫൈൻ തിബിനലക്കും, അവര് പൊരുത്തപ്പെട്ട് തന്നാൽ വാങ്ങിക്കോളാൻ പറഞ്ഞിട്ടില്ലേ? അപ്പൊ ഖാദി പറഞ്ഞു ലൗ താബത്ത് നഫ്സുഹാ അന്നു ലമാ റജഅത് ഫീഹി,
പൊരുത്തപ്പെട്ട് ആ പെണ്ണ് തന്നിട്ടില്ലെങ്കിൽ അവളത് തിരിച്ചു ചോദിക്കൂലല്ലോ, അതുകൊണ്ട് പൊരുത്തപ്പെട്ടിട്ടില്ല നാ മനസ്സിലാകുന്നത്, അതുകൊണ്ട് കൊടുത്തോളൂ. ഇതാ വിധി. ഇത് വായിച്ചിട്ട് മൂപ്പര് പറയുന്നു, ഇപ്പൊ മനസ്സിലായില്ലേ, ഫൈൻ തിബിന ലക്കും എന്ന് ഞാൻ ഓതിയതുപോലെ ശുറൈഹുൽ ഖാദിയുടെ മുമ്പിൽ വെച്ച് ഓതിയിട്ടുണ്ട്. എന്തിനാ മൂപ്പര് റാസി വായിക്കുന്നതിന്റെ ഇടയിൽ റൂഹുൽ മാനി എന്നുള്ള തഫ്സീറിലേക്ക് പോയതെന്ന് മനസ്സിലായോ? ഇതേ കഥ റാസിയിലും വന്നിട്ടില്ലേ? എന്തിനാ റൂഹുൽ മാനി തെരഞ്ഞു പോയത്? വന്നിട്ടുണ്ട്, ഇതേ കഥ വന്നിട്ടുണ്ട്. പക്ഷേ അവിടെ മൂപ്പരിക്കൊരു പിടുത്തം ഇല്ല. ഫൈൻ തിബിനലക്കും എന്ന് മാത്രമല്ല, അൻ ഷൈഇന്നും കൂടി അവിടെ ഉണ്ട്. ഫൈൻ തിബിനലക്കും അൻ ഷൈഇൻ എന്നാണ് ശുറൈഹിന്റെ മുമ്പിൽ വെച്ച് ഈ മനുഷ്യൻ ഓതിയത് എന്ന് റാസിയിലുണ്ട്. അതെടുത്ത് വായിച്ചാൽ മൂപ്പരിക്ക് മുറിച്ചു എന്നുള്ളതിന് തെളിവ് ഹാജരാക്കാൻ പറ്റൂലല്ലോ. അപ്പൊ അതുകൊണ്ട് റൂഹുൽ മാനിയിൽ കോടി. ഇനി സുഹൃത്തുക്കളെ, നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക, ഈ റൂഹുൽ മാനി ആണെങ്കിലും റാസിയിലാണെങ്കിലും ഖുർത്തുബിയിലാണെങ്കിലും മഹറിന്റെ വിഷയമല്ലാത്തൊരു വിഷയം അവിടെ പറയുന്നില്ല. ഒരു പെണ്ണ് തന്റെ ഭർത്താവിന് കൊടുക്കുന്ന പണത്തെക്കുറിച്ചാ പറയുന്നത്. വിവാഹം കഴിഞ്ഞതിന്റെ ശേഷമല്ലേ ഒരാൾക്ക് അയാളുടെ ഭാര്യ എന്ന് പറയാ. ഈ സ്ത്രീധനം എന്ന് പറയുന്നത് ഭാര്യ കൊടുക്കല്? സ്ത്രീധനം കൊടുക്കലാരാണ്? പെണ്ണിന്റെ വീട്ടുകാർ, വാപ്പയല്ലേ? അത് വിവാഹത്തിന് മുമ്പേ പറയുന്ന ഒരു കരാറല്ലേ? അതല്ലേ സ്ത്രീധനം? ഈ ആയത്തിൽ പറയുന്ന വിഷയം ഒരിക്കലും അതല്ലല്ലോ. ഇതാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. അപ്പൊ മൂപ്പരിക്ക് ഒരിക്കലും അത് സ്ത്രീധന വിഷയത്തിലാണ് തെളിയിക്കാൻ പറ്റിയില്ല. തന്നെയല്ല, പറഞ്ഞ വിഷയത്തിനെതിരെയാണ് സാധാരണ ശുറൈഹ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ പോയിട്ട് ഈ കേസ് പറയുന്ന ആളാരാ? ഭാര്യയും ഭർത്താവും. പെണ്ണന്വേഷിച്ചു പോകുന്ന വരനും ദല്ലാളും അല്ല. ശുറൈഹിന്റെ മുമ്പിൽ പോയിട്ട് ഈ ആയത്ത് പറയുന്നത് പെണ്ണന്വേഷിച്ചു പോകുന്ന പുതിയാപ്പിളയും ദല്ലാളുമല്ല. എങ്കിലേ പേരോടിനത് തെളിവാകൂ. ഭാര്യാഭർത്താക്കളാ പോകുന്നത്. അപ്പൊ തന്നെ അത് സ്ത്രീധന വിഷയമല്ലാന്ന് മനസ്സിലായി. മാത്രമല്ല, പറഞ്ഞ വിഷയത്തിനെതിരെയാണ് മൂപ്പര് ഓതിയത് എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ മൂപ്പര് പറയണേ, പറഞ്ഞ വിഷയത്തിനെതിരെയല്ല, ഞാൻ പറഞ്ഞ വിഷയത്തിൽ തന്നെയാണ് ഓതിയത് എന്ന് പറഞ്ഞിട്ട് മൂപ്പര് അതിനെ ന്യായീകരിക്കുന്ന ഭാഗം നിങ്ങളൊന്ന് ശ്രദ്ധാപൂർവം കേൾക്കുക. പറഞ്ഞ വിഷയത്തിൽ തന്നെയാണ് ഓതിയത് എന്നാ പറയുന്നത്. കേട്ടോളൂ. ഒരു മിനിറ്റ് കൂടെ. ഇയാൾ ചെയ്തൊരു കൃത്രിമം കൂടിയുണ്ട്. ആയത്ത് പറഞ്ഞ വിഷയത്തിനെതിരെ ഓതി. ഒന്ന് പച്ചക്കള്ളമാണ്. ഞാൻ പറഞ്ഞ വിഷയം എന്നാ പൊരുത്തപ്പെട്ട് തന്നാ വാങ്ങാം. അതിനനുകൂലമായിട്ടില്ലേ ഞാൻ ഓതിയത്. കണ്ടോ? ഞാൻ പറഞ്ഞ വിഷയം എന്താണ്? പൊരുത്തപ്പെട്ട് തന്നാ വാങ്ങിക്കോളാനല്ലേ ഞാൻ പറഞ്ഞത്. അതിന് തെളിവായിട്ടല്ലേ ഞാൻ ഓതിയത്. ശരിയാണ്, തർക്കല്ല. പൊരുത്തപ്പെട്ട് തന്നാ വാങ്ങിക്കോളാൻ തന്നെ പറഞ്ഞത്. പക്ഷേ അത് സ്ത്രീധനമാണോ പേരോടെ? സ്ത്രീധനത്തെക്കുറിച്ചാണോ പേരോടെ? വിവാഹത്തിന്റെ ശേഷം അപ്പോഴല്ലേ ഒരു ഭാര്യയും ഭർത്താവും എന്ന് പറയുള്ളൂ. ഭാര്യ ഭർത്താവിന് വല്ലതും പൊരുത്തപ്പെട്ട് കൊടുത്താൽ വാങ്ങിക്കോളാൻ എന്നെ ആയത്തിൽ പറയുന്നത്. തർക്കല്ല. പൊരുത്തപ്പെട്ട് തന്നാ വാങ്ങിക്കോളാനല്ലേ പറഞ്ഞത്. ശരിയാണ്. പക്ഷെ എന്തു പൊരുത്തപ്പെട്ട് തന്നാൽ? എന്തു പൊരുത്തപ്പെട്ട് തന്നാൽ? ഭാര്യയാണ് തരുന്നത്. നിങ്ങൾ ഓതിയത് സ്ത്രീധനത്തിന് തെളിവായിട്ടാണ്. സ്ത്രീധനം പൊരുത്തപ്പെട്ട് തരൽ ഭാര്യയാണോ? അതാ നിങ്ങൾ തെളിയിക്കേണ്ടത്. വെറുതെ ജനങ്ങളെ പൊട്ടീസാക്കിയിട്ട് വെല്ലുവിളിക്കുക. നിങ്ങൾ ആ ആയത്ത് ഓതിയത് സ്ത്രീധനം വാങ്ങാനാണ്. സ്ത്രീധനം വാങ്ങാനാണ് ആ ആയത്തിന് തെളിയിക്കാൻ നിങ്ങളെ കൊണ്ട് ഇലാ യൗമിൽ ഖിയാമ സാധ്യമല്ല പേരോടെ. വെറുതെ എന്തിനാ ഉരുണ്ട് മറിയുന്നത്? വീണാൽ ആയ പൊടി തട്ടിക്കളഞ്ഞ് എഴുന്നേറ്റ് തിരുത്തിപ്പോകലാ മാന്യത. പിന്നെയും ഇങ്ങനെ ഉരുണ്ട് മറിയരുത്. നിങ്ങൾ പൊരുത്തപ്പെട്ടാൽ വാങ്ങിക്കോളാനുള്ള തെളിവായിട്ട് തന്നെയാ ഓതിയത്. തർക്കല്ല. പക്ഷെ എന്ത് പൊരുത്തപ്പെട്ട് തന്നാൽ? ആര് പൊരുത്തപ്പെട്ട് തന്നാൽ? ഭാര്യ തരുന്നതിനെ പറ്റി ഞാൻ ചോദിച്ചിട്ടേ ഇല്ല. ഭാര്യ തരുന്നതിന് സ്ത്രീധനം എന്ന് പറയൂല. നമ്മുടെ തർക്കത്തിലിരിക്കുന്ന സ്ത്രീധനം അതല്ലേ അല്ല. പിന്നെന്താണ്? വിവാഹത്തിന് ഡിമാൻഡ് ആയിക്കൊണ്ട് അതല്ലേ ആറ്റിങ്ങലിൽ വെച്ച് ആ സുഹൃത്ത് നിങ്ങളോട് ചോദിച്ചതും. സാധാരണയായി ഇന്ന് മുസ്ലിം സമൂഹത്തിന്റെ വിവാഹ ആഘോഷങ്ങളിൽ അച്ചാരം വാങ്ങുക, കൊടുക്കുക എന്നൊരു ചടങ്ങ് അത് ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട്. ആ ചടങ്ങുകളിലെല്ലാം ഇവിടുത്തെ എല്ലാ സുന്നി മുസ്ലിയാക്കന്മാരും പോയിരുന്ന് ബർക്കത്തിന് വേണ്ടി ദുആ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് അത്രയും ഹറാമാണെന്ന് അതിനെ ഹലാലാക്കി ഒരു ഇമാമും ഫത്വ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. ഞാൻ ഒരുപാട് ആലിമീങ്ങളുടെ സംശയം ചോദിച്ചിട്ടുള്ള വിഷയമാണ്. ആരും അതിനെ അനുകൂലിച്ച് പറഞ്ഞിട്ടില്ല. അത്രയും ഹറാമായി അറിയപ്പെടുന്ന ഒരു വിഷയത്തിൽ ഇവിടെയുള്ള എല്ലാ മുസ്ലിയാക്കന്മാരും പോയി ദുആ ബർക്കത്തിന് വേണ്ടി പ്രത്യേകം വരന്, വധുവിന്, വധുവിന്റെ വാപ്പാക്കും ഉമ്മാക്കെല്ലാം ദുആ ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഇസ്ലാമിക അടിസ്ഥാനം എന്താണ്? ഒരു കാര്യം പോലെ ഒരു കാര്യം എന്തിന്റെ അച്ചാരമാ വാങ്ങുന്നത്?
എന്തിന്റെ അച്ചാരമാണെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. കാരണം ഒരു പെൺകുട്ടിയെ പുരുഷന് കെട്ടിച്ചു കൊടുക്കുന്നതിന് പുരുഷന് അങ്ങോട്ട് അച്ചാരം കൊടുക്കുകയാണ്. അത് ഇല്ല എന്ന് ഒരു സമ്പ്രദായം ഉസ്താദ് പറയുകയാണെങ്കിൽ അൽഹംദുലില്ലാ. കാരണം ഞാൻ എന്റെ കൺമുമ്പിൽ ഇങ്ങനെ ഇത് അച്ചാരം ഇപ്പൊ ഇല്ലാത്ത ഒരു ചടങ്ങ് ഈ അടുത്ത കാലത്തൊന്നും ദർശിച്ചിട്ടേ ഇല്ല. ഞാൻ ചോദിച്ചാലേ എനിക്ക് ഞങ്ങളുടെ നാട്ടിലില്ലാത്തൊരു സംഗതിയാവും ചോദിച്ചു പഠിക്കാൻ പറ്റി. പോക്കറ്റ് മണി എന്ന് പറയും. ഈ വരന് വധുവിന്റെ വീട്ടുകാർ കൊടുക്കും. ഞങ്ങളുടെ നാട്ടിൽ അച്ചാരം എന്ന് പറയുന്നത് ഒരു കച്ചവടം നടന്നാലേ ഞാൻ വിറ്റു ഞാൻ കൊണ്ടു എന്ന് പറഞ്ഞൊരു കച്ചവടം നടന്നാലേ 1000 ഉറുപ്പികയ്ക്ക് എടുത്തൊരു സാധനത്തിന് 1000 പൂർണ്ണമായി കൊടുക്കാതെ ആ സമയത്ത് തൽക്കാലം ഒരു സംഖ്യ കൊടുക്കുകയും പിന്നീട് സാധനം കൈമാറുന്ന സമയത്ത് അല്ലെങ്കിൽ അവധി പ്രകാരം ബാക്കി കൊടുക്കുകയും ചെയ്യുമ്പോൾ ആദ്യം കൊടുക്കുന്ന സംഗതിക്ക് ഞങ്ങളുടെ നാട്ടിൽ അച്ചാരം അഡ്വാൻസ് എന്നൊക്കെ പറയും. അതാണ് ഞങ്ങളുടെ നാട്ടിൽ അച്ചാരം എന്ന് പറയും. ഇവിടെ അച്ചാരം എന്ന് പറയുന്നത് എന്തിനാണ്? ഇവിടെ അച്ചാരം എന്ന് ഉപയോഗിക്കപ്പെടുന്നത് സ്ത്രീധനം. ഉസ്താദ് പറഞ്ഞതനുസരിച്ച് സ്ത്രീധനം എന്നുള്ള കച്ചവടം ഉറപ്പിച്ചിട്ട് ആ കച്ചവടത്തിന് വാങ്ങുന്ന അഡ്വാൻസ്, ആ സ്ത്രീധനം വാങ്ങാൻ തെളിവായിട്ട് നിങ്ങൾക്ക് ഈ ആയത്ത് എങ്ങനെ തെളിവാക്കാൻ സാധിക്കും? ഇതാണ് ഞാൻ ചോദിച്ചത്. ഇത് ഏതൊരു മനുഷ്യനും മനസ്സിലാക്കാനും പറ്റും. മാത്രമല്ല, ഞാൻ മൂപ്പരോട് പറഞ്ഞു എന്ത്, നിങ്ങൾ ആയത്തിന്റെ ആദ്യ ഭാഗം മനഃപൂർവ്വം കട്ടതാണ്. കാരണം ആയത്തിന്റെ ആദ്യ ഭാഗത്തിൽ പെണ്ണുങ്ങൾക്ക് മഹർ കൊടുക്കണം എന്നാണ് പറയുന്നത്. അത് ഓതിയാൽ സ്ത്രീധനത്തിന് തെളിവായിട്ട് ഇത് അവതരിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല എന്ന് ബോധ്യമായപ്പോ നിങ്ങൾ ആ ആയത്തിന്റെ ആദ്യ ഭാഗം കട്ടു എന്ന് ഞാൻ പറഞ്ഞപ്പോ മൂപ്പര് പറയണ് കട്ടിട്ടില്ല. കേട്ടോളൂ, അത് ആദ്യ ഭാഗം കട്ടിട്ട് നിങ്ങൾ എന്ത് പറഞ്ഞു? സ്വതക്കം അവർക്ക് മഹർ കൊടുക്കണം എന്ന് പറയുന്ന ആയത്തിന് കട്ടു. ഞാൻ കട്ടിട്ടില്ല. പിന്നെ ആരാ കട്ടത്? ഖുർആനിൽ അല്ലാഹ് പറഞ്ഞാൽ ഫഇൻ തിബ്ന ലക്കും, ആ സ്ത്രീകൾ നിങ്ങൾക്ക് നല്ല സന്തോഷത്തോടെ വല്ലതും തന്നാൽ, ഫഇൻ തിബ്ന ലക്കും മിൻ ശൈഇൻ, വല്ലതും നിങ്ങൾക്ക് സന്തോഷത്തോടെ തന്നാൽ, ഫകുലൂഹു ഹനീഅൻ മരീഅ, അത് സന്തോഷത്തോടെ വാങ്ങി നിങ്ങൾ കഴിച്ചോളൂ, ഉപയോഗിച്ചോളൂ. ഇത് ഖുർആനിൽ അല്ലാഹ് പറഞ്ഞതാണ്. ഖുർആനിൽ സന്തോഷത്തോടെ സ്ത്രീയുടെ ഭാഗത്ത് നിന്ന് വല്ലതും തന്നാൽ വാങ്ങിക്കോളൂ എന്ന് ഖുർആൻ പറയുമ്പോ അത് വാങ്ങൽ ഹറാമാണ് എന്നൊരു മസ്അല പറയണമെങ്കിൽ ക്രിസ്ത്യാനികളുടെ പാതിരിമാരെ പോലെ സ്വന്തം മതമുണ്ടാക്കാൻ അധികാരമുണ്ടെന്ന് വിശ്വസിക്കുന്ന പുരോഹിത വർഗത്തിനെ കഴിയും. വാത്തുന്നിസാ സ്വദഖാത്തിഹിന്ന നിഹില എന്ന ആയത്ത് മൂപ്പർ ഓതിയിട്ടേയില്ല. അതാണ് മഹറിന്റെ വിഷയമാണ് പറയുന്നത്. അത് ഓതിയാൽ മഹർ കൊടുക്കണം എന്ന് പറഞ്ഞതിന്റെ ശേഷം പിന്നെ പറഞ്ഞാൽ മിൻഹു നായത്തിലില്ലേ, ഫൈൻ തിബ്ന ലക്കും അൻ ശൈഇൻ മിൻഹു. നിങ്ങൾ എല്ലാവരും ഒന്ന് ശാന്തമായിട്ടൊന്ന് പഠിക്കും. ഫൈൻ തിബ്ന ലക്കും, ആ പെണ്ണുങ്ങൾ നിങ്ങൾക്ക് പൊരുത്തപ്പെട്ടു തന്നാൽ, അൻ ശൈഇൻ മിൻഹു. മിൻഹു എന്ന് പറഞ്ഞാൽ എന്തിൽ നിന്നാണ്? ആ മഹറിൽ നിന്ന്. അല്ലാതെ കല്യാണത്തിന് മുമ്പ് ഒരു പെരയിൽ പോയിട്ട് പേരോടോ അല്ലെങ്കിൽ ഞാനോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമോ ഒരു വീട്ടിൽ പോയി സ്ത്രീധനം ചോദിക്കാൻ ഈ ആയത്ത് തെളിവേ അല്ല. ഇതാണ് ഇവിടുത്തെ വിഷയം. നിങ്ങൾ ഓതിയത് സ്ത്രീധനത്തിനാണ്. ആ ആയത്തിൽ പറയുന്നത് മഹറിന്റെ വിഷയമാണ്. പൊരുത്തപ്പെട്ട് തന്നാൽ വാങ്ങിക്കോളാൻ പറയുന്നത് സ്ത്രീധനത്തെക്കുറിച്ചല്ല. മഹറിൽ നിന്ന്, അതല്ലെങ്കിൽ ഒരു ഭാര്യ അവളുടെ സ്വത്തിൽ നിന്ന് ഭർത്താവിന് വല്ലതും പൊരുത്തപ്പെട്ട് തന്നാൽ വാങ്ങുന്നതിന് വിരോധമില്ല. നിങ്ങൾ തിന്നോളൂ, കഴിച്ചോളൂ എന്നാണ് അവിടെ പറഞ്ഞത്, സ്ത്രീധനമല്ല. ഇതാണ് എന്റെ വിഷയം. ഇതാർക്കാ മനസ്സിലാകാത്തത്? ഇതാർക്കാണ് തിരിയാത്തത്? ഇനി സുഹൃത്തുക്കളെ, പിന്നെന്താ മൂപ്പര് പറഞ്ഞെന്നറിയോ? ഞാനത് മഹറിന്റെ വിഷയമൊന്നും അല്ല എന്ന് പറഞ്ഞിട്ട് മൂപ്പര് പറയണ് തെളിവായിട്ട് ഖുർത്തുബി ഉദ്ധരിക്കുകയാണ്. ഖുർത്തുബിയിൽ പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാ വായിക്കുന്നത്. എന്താ ഖുർത്തുബിയിൽ പറഞ്ഞത് കേട്ടോളൂ. കുറച്ചും കൂടി നേരെ നിങ്ങൾ ക്ഷമിക്കായി. ഈ വിഷയം പറഞ്ഞാൽ ഞാൻ അവസാനിപ്പിക്കും സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ശ്രദ്ധിച്ചു കേട്ടോളൂ. ഇത് അള്ളാഹുവിന്റെ ദീനിൽ ഒരു കൃത്രിമത്തിനും സമ്മതിക്കുകയില്ല എന്ന നിലക്ക് സൂചിപ്പിക്കുകയാണ്. എന്താണ് തഫ്സീറിൽ പറഞ്ഞത്? നിങ്ങൾ കേട്ടോളൂ. അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് അന്നഹു സുഇലാൻ ഹാദിഹിൽ ആയ ഫൈൻ തിബ്ന ലക്കും അൻ ശൈഇൻ മിൻഹു നഫ്സൻ ഫകുലൂഹു എന്ന ആയത്തിനെ പറ്റി ചോദിച്ചപ്പോ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ശരിക്ക് ശ്രദ്ധിച്ചോ, ഇദാ ജാദത് ലിസൗജിഹാ ബില്ലതിയതി ത്വാഇയതൻ ഗൈറ മുക്റഹത്തിൻ ലാ യഖ്ദി ബിഹി അലൈക്കും സുൽത്താൻ വലാ യുആഖിദുകുമുല്ലാഹു തആലാ ബിഹി ഫിൽ ആഖിറah. ഇദാ ജാദത് ലിസൗജിഹാ, അവിടെ അടിവരയിട്ട് മനസ്സിലാക്കിക്കോ എന്റെ ശ്രോതാക്കളെ, അറബി അറിയാവുന്ന ആളുകളില്ലേ കൂട്ടത്തിൽ. ഇദാ ജാദത്ത് ലിസൗജിഹാ, അവൾ തന്റെ ഭർത്താവിന് കൊടുത്താൽ, ഭർത്താവിന് ആ നിലക്കുള്ള ഒരു ഔദാര്യമായിട്ട് എന്തെങ്കിലും ധർമ്മം കൊടുത്താൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ദാനം കൊടുത്താൽ, ആരാ കൊടുക്കുന്നത്?
ഭാര്യ ആർക്കാ കൊടുക്കുന്നത്? ഭർത്താവിന്. അത് ഈ വിഷയത്തിൽ തെളിവാ? സ്ത്രീധനം വാങ്ങാനാ നിങ്ങൾ ആയത്തോതിയത്. ഭാര്യ ഭർത്താവിന് കൊടുക്കണമെന്നുണ്ടെങ്കിൽ കല്യാണം കഴിയേണ്ട പേരോടെ. ഒരു ഭാര്യ ഭർത്താവിന് വല്ലതും ദാനമായി നൽകണമെന്നുണ്ടെങ്കിൽ കല്യാണം കഴിയണ്ടേ? ആ വിഷയത്തിലുള്ള ആയത്തെങ്ങനെയാ കല്യാണത്തിന്റെ ഡിമാൻഡായി ചോദിക്കുന്ന സ്ത്രീധനത്തിന് നിങ്ങൾ ആറ്റിങ്ങലിൽ തെളിവോതുക? ഇതാർക്കും മനസ്സിലാവൂലേ? എന്തിനാ കിതാബുമൊക്കെ കളിക്കുന്നത്? ഒറ്റ വാക്കിൽ ഞാൻ പറയാം. പേരോട് ഈ വിഷയത്തിൽ ആറ്റിങ്ങലിൽ ഓതിയത് ഒരു ഭാര്യ ഭർത്താവിന് വല്ലതും കൊടുത്താൽ സ്വീകരിക്കാമോ എന്ന വിഷയത്തിലല്ല. വിവാഹത്തിന്റെ അവസരത്തിൽ നിന്ന് നാട്ടുനടപ്പിലുള്ള സ്ത്രീധനം ചോദിച്ചാൽ ആ സ്ത്രീധനം വാങ്ങാൻ പറ്റുമോ എന്നതിന് തെളിവായിട്ടാണ്. അതിന് തെളിവായിട്ടാണ് കല്യാണത്തിന്റെ ശേഷം ഭാര്യാഭർത്താക്കളുടെ ജീവിതത്തിനിടയ്ക്ക് ഒരു ഭാര്യ ഭർത്താവിന് വല്ലതും തൃപ്തിപ്പെട്ടു കൊടുത്താൽ വാങ്ങാൻ പറ്റുമെന്ന ആയത്ത് തെളിവോറുന്നത്. ഇതെങ്ങനെ ശരിയാകും? ഇതാണ് പേരോട് ശരിക്ക് ജനങ്ങളുടെ മുമ്പാകെ തുറന്നു പറയേണ്ടത്. ഇത് എന്നോട് ചോദിച്ച വിഷയം ആറ്റിങ്ങലിൽ സ്ത്രീധനമാണ് അല്ലെങ്കിൽ അല്ലാന്ന് മൂപ്പര് പറയട്ടെ. ഭാര്യ ഭർത്താവിന് വല്ലതും കൊടുക്കുന്നതിനെ പറ്റിയാണോ ആറ്റിങ്ങൽ മുഖാമുഖത്തിലെ ചോദ്യം? മൂപ്പര് പറയട്ടെ. അല്ല, നാട്ടുനടപ്പുള്ള സ്ത്രീധനത്തെ പറ്റിയാണ് ചോദ്യം. അതിന് മൂപ്പര് തെളിവോതിയതല്ലേ ഫൈൻ തിബനലക്കും എന്നായത്? അത് തന്നെയും തെറ്റിച്ചിട്ടും കട്ടിട്ടുമല്ലേ ഓതിയത്? ആദ്യ ഭാഗം മൂടി വെക്കുകയും ചെയ്തില്ലേ? ഇതിന് മറുപടി പറയാൻ നിങ്ങളിവിടെ മണിക്കൂറുകളോളം പ്രയാസപ്പെട്ടിട്ടും നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ CD തന്നെ ഒരാവർത്തി നിങ്ങൾ വായിച്ച് കേൾക്കുക. എന്റെ വിഷയം സ്ത്രീധനം വാങ്ങാനാണ് നിങ്ങൾ ആയത്ത് തെളിവോതിയത്, അല്ലാതെ ഒരു ഭാര്യ ഭർത്താവിന് വല്ലതും കൊടുക്കുന്നതിനെ സംബന്ധിച്ചല്ല. പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങൾക്ക് ആ വിഷയത്തിൽ വളരെ കൃത്യമായ ഒരു അവബോധമുണ്ടാകാൻ വേണ്ടിയാണ് ഞാനത് സൂചിപ്പിക്കുന്നത്. ഇനി മൂപ്പര് പെട്ടെന്ന് ഇബ്നു കസീറിൽക്കൊരൊറ്റ ചാട്ടം, തഫ്സീർ ഇബ്നു കസീറിൽക്കൊരൊറ്റ ചാട്ടം. എന്താ അത്? മഹറൊന്നുമല്ല, മഹറിന്റെ വിഷയമൊന്നുമല്ല അവിടെ പറയുന്നത് എന്ന് തോന്നിപ്പിക്കാൻ വേണ്ടി മൂപ്പര് തഫ്സീർ ഇബ്നു കസീറിൽ കോടി. എന്തിനാ തഫ്സീർ ഇബ്നു കസീറിൽ കോടിയത്? മൂപ്പര് വായിച്ച അതേ ഖുർത്തുബിയിൽ തന്നെ അതിനോട് സമാനമായ സംഭവം ശേഷം പറയുന്നില്ലേ? അതേ അലി റളിയല്ലാഹു തആല അൻഹുവാണ് ഇബ്നു കസീറിൽ സംഭവം ഉദ്ധരിക്കുന്നത്. അതേ അലി റളിയല്ലാഹു അൻഹുവാണ് ഖുർത്തുബിയിലും ഈ സംഭവം ഉദ്ധരിക്കുന്നത്. എന്നിട്ട് അവിടെ എന്താ വിഷയം എന്നറിയോ? ഇദസ്തകാഹദുകും ശയ്യൻ ഫൽയസ്അൽ ഇംറഅതഹു ദിർഹമൻ മിൻ സദാഖിഹാ. നിങ്ങളിൽ ഒരാൾ ഒരു കാര്യത്തിന് നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമം തോന്നുന്നുവെങ്കിൽ ഭാര്യയോട് ദിർഹം ചോദിക്കട്ടെ. അതവിടെ 3 ദിർഹം ചോദിക്കാനാ പറയണത്. ശരിക്കും മനസ്സിലാക്കി വെച്ചോ. ഭാര്യയോട് 3 ദിർഹം ചോദിച്ചു വാങ്ങാം. അതിന് ദിർഹമിന് മൂപ്പര് അർത്ഥം വെച്ചാൽ എന്താ അറിയോ? ഭാര്യനോട് 3 ഉറുപ്പ്യ ചോദിച്ചോ? നല്ല കണക്കാ അല്ലേ? ദിർഹമിന് ഉറുപ്പ്യാന്ന് അർത്ഥം വെച്ചാല് നിങ്ങൾ ഗൾഫ് നാട്ടിൽ പോയിട്ട് ദിർഹമൊക്കെ വാങ്ങിയിട്ട് ഇവിടെ കൊടുന്ന് ഉറുപ്പ്യന്റെ കണക്ക് കൂട്ടിയാലോ നല്ല പിരിവായിരിക്കും അല്ലേ? പിരിവ് നല്ല പിരിവാവും. ദിർഹം വാങ്ങുക, ഇവിടെ കൊടുന്നിട്ട് ഉറുപ്പ്യയുടെ കണക്ക് കൊടുക്കുക. ഇവിടെ ഇപ്പൊ ദിർഹമിന് അർത്ഥം വെച്ചത് ഉറുപ്പ്യാന്നല്ലേ? 3 ദിർഹം വാങ്ങാനാ പറഞ്ഞത്. അതന്നെ മൂപ്പര് മഹറൊന്നും അല്ല എന്ന് പറയാനാണ് ഇബ്നു കസീറിലേക്ക് ചാടിയത്. എന്തിനാ പേരോടെ നിങ്ങൾ ഖുർത്തുബിയിൽ നിന്ന് മഹറിൽ ഈ ഇബ്നു കസീറിലേക്ക് ചാടിയത് എന്നറിയോ? ഖുർത്തുബിയിൽ അത് പറഞ്ഞിടത്ത് കൃത്യമായി പറയുന്നുണ്ട് പെണ്ണിനോട് ദിർഹം ചോദിക്കേണ്ടത് എന്തിൽ നിന്നാണ്? മിൻ സദാഖിഹാ. അതിന്റെ തൊട്ടപ്പുറത്തെ വരിയിൽ തന്നെ അവളുടെ മഹറിൽ നിന്ന്, മിൻ സദാഖിഹാ, അവളുടെ മഹറിൽ നിന്ന് വാങ്ങിക്കോ എന്നല്ലേ ചോദിച്ചത്. അപ്പൊ മഹറൊന്നല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് മൂപ്പര് ഇബ്നു കസീറിൽക്ക് ഓടിയത്. ഇത് ഖുർത്തുബി തന്നെ മൂപ്പർക്ക് വായിക്കാമായിരുന്നു. പക്ഷേ ഖുർത്തുബി എന്ന് വായിച്ചാൽ മിൻ സ്വദാഖിഹാന്ന് അവിടെ ഉണ്ട്, അത് ജനങ്ങൾ മനസ്സിലാക്കും. അപ്പൊ അതില്ലാത്തൊരു റിപ്പോർട്ടിന്റെ ഇബ്നു കസീറിൽക്ക് അങ്ങോട്ടൊരൊറ്റ ചാട്ടം. അതാ സംഭവിച്ചത്. അതൊക്കെ നിങ്ങൾ ആ CD ഒന്നും കൂടെ കേൾക്കുമ്പോൾ, ഈ നേരം വൈകുമ്പോൾ നിങ്ങൾക്ക് പറയുമ്പോൾ മനസ്സിലാവില്ല. ഒന്നും കൂടിയും ആ CD നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ മൂപ്പര് അവസാനയിൽ എന്ത് പറഞ്ഞിട്ട് അവസാനിപ്പിച്ചത്? ഞാനത് പറഞ്ഞ് അവസാനിപ്പിക്കാം. മൂപ്പര് പിന്നെ അവസാനം എന്ത് പറഞ്ഞു എന്നറിയോ? ഇനി മൗലവിക്കിടെ വയറ്റിൽ എന്തൊക്കെയുണ്ട് അതൊക്കെ ഒന്ന് കഴുകിക്കളയാൻ വേണ്ടിയിട്ട് ഞാനൊരു പിഞ്ഞാണ എഴുതി കൊടുക്കാൻ പോവുകയാണ് മൗലവിക്ക്. എനിക്കെന്റെ വയറ്റിൽ രോഗമുണ്ട്, അപ്പൊ എന്റെ വയറ്റിലുള്ളത് കളയാൻ വേണ്ടി എനിക്കൊരു പിഞ്ഞാണ എഴുതാണ് ഇത്ര മൂപ്പര്. എന്താ പറയുന്നതെന്നറിയോ? അതില് ഇനി മൂപ്പര് പിഞ്ഞാണ എഴുതാൻ വേണ്ടിയിട്ട് ഈ ആയത്ത് എഴുതാണ്. അവിടെയും ഇബ്നു കസീറിൽ മൂപ്പര് അറിയാതെ വായിച്ചുപോയി മിൻ ഇംറഅതിഹീന്ന്. ആരെടുത്തുന്നാ ദിർഹം വാങ്ങേണ്ടത്? ആരെടുത്തുന്നാ ദിർഹം വാങ്ങേണ്ടത്? മിൻ ഇംറഅതിഹി.
തന്റെ ഭാര്യയിൽ നിന്ന്, ആരാന്റെ പെണ്ണിങ്ങളിൽ നിന്നല്ല, ആരാന്റെ പെണ്ണിന്റെ ബാപ്പയുടെ കയ്യിൽ നിന്നല്ല. നീയോ നിന്റെ ദല്ലാളോ പോയിട്ട് ആരാന്റെ പെണ്ണിനെ വിലപേശാൻ വേണ്ടി അവളുടെ ബാപ്പയോട് വാങ്ങുന്ന പൊന്നിനെ പറ്റിയോ പടത്തെ പറ്റിയോ അല്ലല്ലോ പറഞ്ഞത്. മിൻ ഇംറഅതിഹി, തന്റെ സ്വന്തം ഭാര്യയിൽ നിന്ന്. സ്വന്തം ഭാര്യയുടെ അടുത്തുനിന്ന് ആരാ സ്ത്രീധനം വാങ്ങല്? ഞാനത് ആദ്യം കേൾക്കുക. ഈ പേരോട് മുസ്ലിയാരപ്പത് പഠിപ്പിച്ചത് സ്ത്രീധനം വാങ്ങൽ സ്വന്തം ഭാര്യയുടെ കയ്യിൽ നിന്നാണ്. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ടോ? എന്നാ പിന്നെ സംഗതി എളുപ്പമല്ലേ, കല്യാണം നടന്നു കഴിഞ്ഞിട്ട് പിന്നെ സ്ത്രീധനം വാങ്ങൽ ചോദിക്കലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ പെണ്ണിന്റെ അടുത്ത് എന്തെങ്കിലുമൊക്കെ തന്നാ വാങ്ങാം എന്ന നിലക്കാണെങ്കിൽ ആ നിലക്കോ അല്ലെങ്കിൽ ആ വിഷയമേ അല്ലല്ലോ ഈ ആയത്തിൽ പറയുന്നത്. നമ്മുടെ വിഷയം സ്ത്രീധനാണ്. അപ്പൊ സോക്കേട് എനിക്കല്ല സോക്കേട്. ഈ ആയത്തൊക്കെ വായിച്ചിട്ടും തഫ്സീറൊന്നും വായിച്ചിട്ടും ഈ വിഷയം മനസ്സിലാക്കാനുള്ള ഭാഗ്യമില്ലാത്ത പേരോടിനാണ് സർവ്വസൂക്കിടും. അതുകൊണ്ട് ആരുടെ അടുക്കലാണെങ്കിൽ പോയിട്ടൊരു പിഞ്ഞാണം എഴുതി കുടിച്ചോളൂ. അപ്പിഞ്ഞാണവുമായിട്ട് ഇങ്ങോട്ട് വരണ്ട. അപ്പിഞ്ഞാണം ഇവിടെ എഴുതാൽ അത് നടക്കൂല. ആ വിഷയത്തിൽ പറഞ്ഞത് മിൻ ഇമ്രാത്തിഹി, പെണ്ണിന്റെ അടുത്തുനിന്ന് സ്ത്രീധനം വാങ്ങലില്ല. നിങ്ങൾ ആറ്റിങ്ങലിൽ ആയത്തോതിയത് സ്ത്രീധനം വാങ്ങാനാണ്. ആയത്തിലും തഫ്സീറിലും പറയുന്നത് മുഴുവൻ സ്വന്തം ഭാര്യയിൽ നിന്ന് വാങ്ങുന്നതാണ്, സ്ത്രീധനല്ല. ഇതാർക്കും മനസ്സിലാകും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഒരൽപ്പം നീണ്ടുപോയെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിനെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ള കാര്യങ്ങൾ അത് നിങ്ങളെ ധരിപ്പിക്കുവാൻ വേണ്ടിയുള്ള ശ്രമത്തിനാണ് ഈ പാടുപെടുന്നത്. നിങ്ങളത് മനസ്സിലാക്കുക. ഇൻഷാ അല്ലാഹ് ധാരാളം വിഷയങ്ങൾ ഇവിടെ നമുക്ക് സംസാരിക്കാനുണ്ട്. നാളെയും മറ്റന്നാളുമായി ഇൻഷാ അല്ലാഹ് അത് സംസാരിക്കുന്നതാണ്. അതല്ല നാളെ തന്നെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ ഇൻഷാ അല്ലാഹ് എന്റെ പ്രസംഗം ഞാൻ നാളത്തോടുകൂടി അവസാനിപ്പിക്കും. തീർന്നിട്ടില്ലെങ്കിൽ മറ്റന്നാളേക്ക് നീട്ടിവെക്കുകയുള്ളൂ. ഇവിടെ നിങ്ങളെല്ലാവരും നാളെ നേരത്തെ വരണം എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കാനുള്ള ദീർഘായുസ്സും ആഫിയത്തും ഇൽമും അല്ലാഹു നമുക്കെല്ലാവർക്കും വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. അല്ലാഹുമ്മ തവഫനാ മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി നബിയ്യിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇസ്ലാമിനെക്കുറിച്ച് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു ദൃശ്യവിരുന്ന് ഇസ്ലാമിനെ കൃത്യവും വ്യക്തവുമായി പരിചയപ്പെടുത്തുന്നതിനു വേണ്ടിയുള്ള സമ്പൂർണ്ണ സംരംഭം സാൽവേഷൻ ഇന്റർനാഷണൽ ഇസ്ലാമിക് എക്സിബിഷൻ. അന്ധവിശ്വാസാനാചാരങ്ങളുടെ പടുകുഴിയിൽ നിന്ന് കേരള മുസ്ലിങ്ങളെ കൈപിടിച്ചുയർത്തിയ മുജാഹിദ് പ്രസ്ഥാനം ഇത്തിഹാദ് ശുബ്ഹാനിൽ മുജാഹിദീൻ ISM. ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്നതിനും തെറ്റിദ്ധാരണകൾ നീക്കുന്നതിനും വേണ്ടി ISM സംഘടിപ്പിക്കുന്ന ഒരു പുതിയ സംരംഭം സാൽവേഷൻ ഇന്റർനാഷണൽ ഇസ്ലാമിക് എക്സിബിഷൻ.